കേൾക്കണില്ലേ എൻ്റെ വോയിസ്? കേൾക്കണില്ലെങ്കിൽ പറയണം കേട്ടോ. കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. ഞാൻ സൺഡേയിലായിരുന്നു പ്ലാൻ ചെയ്തിരുന്നു, പക്ഷേ എനിക്ക് പേഴ്സണലി കുറച്ച് അർജൻസി ഉണ്ടായപ്പോൾ എനിക്കത് അന്ന് വെക്കാൻ കഴിഞ്ഞില്ല. ഓക്കെ ഓക്കെ, എല്ലാവരും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യോ. നാഫി ബ്രോ നമ്മൾ അറിയാലോ, ഒന്ന് രണ്ട് മൂന്ന് മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടല്ലോ. ഇല്ല, ഞാൻ ഫസ്റ്റ് ടൈം ആണ്. മേ ഫസ്റ്റ് ബി ടൈമാണ്. വേറെ നാഫി ആയിരിക്കും. അതെ അതെ, ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആയിരുന്നു ഓരോ ആളുകൾ. ഓക്കെ, സോ ആരൊക്കെ ഫസ്റ്റ് ടൈം ഉണ്ട്? ഞാൻ ആദ്യമായിട്ട് കയറാണ്. ഞാൻ ഗ്രൂപ്പിൽ കുറേ ആയി, പക്ഷേ ആദ്യമായിട്ടാണ് മീറ്റിങ്ങിന് കയറാൻ പറ്റിയത്. അതെ അതെ, ഒരുപാട് ആൾക്കാരെ ഫസ്റ്റ് ടൈം ഉണ്ട് അല്ലേ. ഓക്കെ ഓക്കെ, ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ദാറ്റ്സ് ബെറ്റർ. ഓക്കെ, ബേസിക്കലി പെരുതി കണ്ടമാര് തന്നെ നാഫിയാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ് വീട്. കാലിക്കറ്റ് ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. ഇപ്പോൾ അറൗണ്ട് ഒരു 2 ഇയർ ആയി. ഫുൾ സ്റ്റാക്ക് ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്യാണ്. ആംഗുലറും പൈത്തണാണ് ഫ്രെയിം വർക്ക് വരുന്നത്. ഓക്കെ, അതാണ്. 2 ഇയർ ആയില്ലേ. കാലിക്കറ്റ് എവിടെ വർക്ക് ചെയ്യണേ? ഞാൻ ഹാർവെക്സ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. എവിടെയാണ് അത്? പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റാണ്, മർക്കസ് കോംപ്ലക്സിലാണ്. മർക്കസ് കോംപ്ലക്സിൽ, നമ്മുടെ ഭീമ കോംപ്ലക്സിൽ തൊട്ടപ്പുറത്ത്. അതെ. ഓക്കെ ഓക്കെ, ഞാനവിടെ ഒരുപാട് കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്ന് വെച്ചാൽ അത് ഞാൻ ഓപ്പോസിറ്റ് ആണല്ലോ നമ്മുടെ ഈ ടെക്സ്റ്റൈൽ ഗുഡ്സിൻ്റെ ഒക്കെ അതെ 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 അതെ, കംപ്ലീറ്റ് കംപ്ലീറ്റ് ഫുൾ വരുന്നത് ഹോൾസെയിൽ ഏരിയ അവിടെയാണ്. അവിടെയാണ്. ഡ്രസ്സിൻ്റെയും ഫുൾ കംപ്ലീറ്റ് അവിടെ. അതെ അതെ, ഞാൻ അവിടെ ഉണ്ടായിരുന്നു കുറേ കാലം. ഓ, മർക്കസ് ഓക്കെ. കോംപ്ലക്സിൽ എൻ്റെ ഓക്കെ. മേഖല അതായിരുന്നു കുറച്ച് മുമ്പ്. ഓ, ഓക്കെ. പിന്നീട് ഞാൻ IT-യിലേക്ക് മാറിയത്. ഓക്കെ. ഓക്കെ, ഏതായിരുന്നു ചെയ്തത്? ആംഗുലറും പൈത്തണും അല്ലായിരുന്നു? ആ പൈത്തണിലായിരുന്നു എൻ്റെ റെസ്റ്റ് API ആണോ അതോ? ഇവിടെ ഫ്ലാസ്ക് ആണ് ഫ്രെയിം വർക്ക് യൂസ് ചെയ്യണം. അതെ അതെ, ഓഹോ. അതെ. ഞാനൊരു 2 മന്ത് മുന്നേ യുഗോട്ട ഗിഫ്റ്റിൻ്റെ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ജാങ്കോ ആണ് ബേസിക്കലി. അപ്പോൾ ജാങ്കോയുടെ ഒരു ഡെവലപ്പറെ കിട്ടിയപ്പോൾ അവരെ വെച്ച് മൂവ് ചെയ്തു എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ അതെ, ഇൻ്റർവ്യൂ ചെയ്ത ആളെ പേര് ഞാൻ മറന്നുപോയി. ഒരു വിഷയമില്ല. 2 മന്ത് മുന്നേ. ജാങ്കോ നമുക്ക് ജാങ്കോ ആണ്. ജാങ്കോ കുറച്ചും കൂടി അതെ. അഡ്വാൻസ് ടെക്നോളജിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരുപാട് ഒരുപാട് അഡ്വാൻസ് ആണ്. കാരണം ഓ, സാധാരണ MNCs ഒക്കെ അഡ്വാൻസ് അഡാപ്റ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കാറുണ്ട്. പക്ഷെ നമ്മൾ ഫുള്ളി അഡ്വാൻസ് ടെക്നോളജീസ് ആണ് അഡാപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ അതെ. ഓക്കെ. ഓരോ അപ്ഡേഷൻസും അത് ഞങ്ങൾക്ക് നല്ലൊരു വർക്ക് എക്സ്പോഷർ കിട്ടുന്നുണ്ട് കേട്ടോ. കാരണം പുതിയൊരു ടെക്നോളജി അഡാപ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതെ അതെ. അതിനപ്പോൾ അല്ല, നമ്മൾ ഞാൻ അവര് ഇന്റർവ്യൂ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് ഞാൻ പേഴ്സണൽ പ്രൊജക്റ്റ് ഒക്കെ ജാങ്കോയിൽ ചെയ്തിട്ടുണ്ട്. അതെ അതെ അപ്പോൾ അവർക്ക് എക്സ്പീരിയൻസ്, എൻ്റെ വർക്ക് എക്സ്പീരിയൻസ് 2 ഇയറും കംപ്ലീറ്റ് ഫ്ലാസ്കിലായതിനെ കൊണ്ട് അതെ അവർക്ക് പിന്നെ ഒരു 1 ഇയർ ജാങ്കോ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡെവലപ്പറെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് അവർ മൂവ് ഓൺ ചെയ്തു. അതെ ഞാൻ അവർക്ക് ഓക്കെ, നെക്സ്റ്റ് ഒരു ചാൻസ് കിട്ടുമ്പോൾ ഇൻഷാല്ല നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. തീർച്ചയായിട്ടും നല്ലൊരു ആ, നല്ല കമ്പനി കേട്ടോ. ധൈര്യമായിട്ട് അപ്ലൈ ചെയ്തോ. ഒരിക്കലും എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അവൻ ത്രൂ കിട്ടിയ ഒരു ഇതായിരുന്നു, റെഫറൽ ഇന്റർവ്യൂ ആയിരുന്നു. ആയിരിക്കും. എന്തായിരുന്നു അവരുടെ പേര്? റഫറൽ സനീൻ. സെനീനാണോ? നമ്മൾ ചാളാരിയുള്ള അതെ 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 അതെ, യെസ് യെസ് യെസ്. സെനീനും ഞാനൊക്കെ അപ്പുറത്തെ പുറത്തിരിക്കുന്ന ആളുകളെ. സനീൻ ത്രൂ റഫറൽ കിട്ടിയിട്ട് സനീൻ്റെ ഒരു വകയിലൊരു കുടുംബക്കാരൻ കൂടിയാണ്. അപ്പോൾ അടിപൊളി. ആ ബേസിൽ കിട്ടിയ ഒരു ഇതായിരുന്നു. പക്ഷെ അത് ഇങ്ങനെ ഒരു വിഷയമുള്ളതിനെ കൊണ്ട്, അതെ, എൻ്റെ വർക്ക് എക്സ്പീരിയൻസ് ഫ്ലാസ്കിൽ കൂടുതലായതിനെ കൊണ്ട് സെനീൻ അവർ പിന്നെ അടിപൊളിയാട്ടോ. അങ്ങനെ പോവാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സെനീനോട് ചോദിച്ചു. സെനീൻ എക്സ്പേർട്ടാണ്, ഒരു രക്ഷയില്ല. അടിപൊളി എക്സ്പേർട്ട് ആയിട്ടുള്ള ഡെവലപ്പറാണ്. ഓക്കെ. ആള് ഏജ് ഇച്ചിരി കുറവാണെങ്കിലും സ്കില്ലിൽ അടിപൊളിയാണ്. ഞാനും അവനൊക്കെ ഏകദേശം ഒരു ഏജാണ്, അതെ അതെ, ഓൾമോസ്റ്റ് ആണ്. അവൻ അതിനിടയ്ക്ക് ഗൾഫിലൊക്കെ പോയാന്ന് തോന്നുന്നു. അതെ അതെ. ഫാദറിൻ്റെ അടുത്തൊക്കെ ഓക്കെ. ഇപ്പം എങ്ങനെയുണ്ട് വർക്കൊക്കെ? കുഴപ്പമില്ലല്ലോ. വർക്ക് അൽഹംദുലില്ലാ ഇവിടെ ബേസിക്കലി പ്രൊഡക്റ്റ് ബേസ്ഡും സർവീസ് ബേസ്ഡും ആണ്. അപ്പോൾ ഞങ്ങൾ പുറത്ത് പൂനെയിലുള്ള 1-2 കമ്പനിക്ക് സപ്പോർട്ട് കൊടുക്കുന്നു. പിന്നെ നമുക്ക് തന്നെ 1-2 പ്രൊഡക്ട്സ് ഉണ്ട്. അതെ അതെ അങ്ങനെയൊക്കെ മൂവ് ആവുന്നു. സ്റ്റാർട്ടപ്പാണ്, 2-3 വർഷം ആയിട്ടുള്ളൂ. അതെ, അപ്പം അതിൻ്റെതായിട്ടുള്ള സ്ട്രഗിളിങ്ങും കാര്യങ്ങളും ഉണ്ട്. അതെന്തായാലും കുഴപ്പമൊന്നുമില്ല. ഉണ്ടാവുമല്ലോ. ചലഞ്ചസ് ഇല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയാ, ഒരു പ്രൊഡക്റ്റ് സക്സസ് ആവണമെങ്കിൽ ഒരുപാട് ചലഞ്ചസ് അതെ ഉണ്ടാവും. അതെ ചലഞ്ചസ് അതെ ഇല്ല എന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് ഒരിക്കലും സക്സസ് ആവൂല.
ചലഞ്ചസ് ഉണ്ടെങ്കിൽ യെസ് ആ യെസ്. പ്രൊഡക്റ്റ് സക്സസ് ആവും. അതെ, അങ്ങനെയാണ്. ഞാൻ വരുമ്പോൾ ഇവിടെ ടീം ആകെ 4 പേരുള്ളായിരുന്നു. ഇപ്പം 15-16 പേരുണ്ട്. അതെ അതെ. അപ്പോൾ ഗ്രോത്ത് ഉണ്ട്, ബട്ട് സ്ലോ ആണ്, ബട്ട് പ്രോഗ്രസ് ഉണ്ട്. പ്രോഗ്രസ് ഉണ്ടാവും, അതായത് കുറച്ച് ടൈം എടുക്കുന്നേ ഉള്ളൂ. സ്റ്റാർട്ടപ്പ് അതെ പൊതുവെ അതെ അങ്ങനെയാണ്, പെട്ടെന്നൊരു അതെ. ഹൈപ്പ് ഉണ്ടാവില്ല, പക്ഷേ എത്തിക്കിട്ടി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു പോയിക്കോളും. അങ്ങനെയാണ് പൊക്കോളും. ഒരു അതെ. സ്റ്റാർട്ടിങ്ങിലുള്ള ചെറിയൊരു ഇതുണ്ടാവും, അത് ഏതൊരു ബിസിനസ് ഉം. ആണെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ. ഓക്കെ, എന്തായാലും സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കാറില്ലേ? ഞാനും ഓ, എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാനും ട്രൈ ചെയ്ത് നോക്കാറുണ്ട്, പുതിയ ടെക്നോളജി അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയ രീതിയിലൊക്കെ അപ്ഡേറ്റ് ചെയ്ത് നോക്കാറുണ്ട്. ഇവിടെ പിന്നെ സ്റ്റാർട്ടപ്പ് ആയതിനെ കൊണ്ട് നമ്മൾ എല്ലാത്തിലും വർക്ക് ചെയ്യണം. എല്ലാത്തിലും വർക്ക് ചെയ്യണം, അതൊരു വലിയൊരു ബെനിഫിറ്റ് ആട്ടോ. സ്റ്റാർട്ടപ്പിൽ അങ്ങനെ ഒരു കാര്യമുണ്ട്, ഏത് മേഖലയും നമ്മൾ ഏത് വർക്ക് ചെയ്യേണ്ടി വരും. മേഖലയിലും വർക്ക് ചെയ്യേണ്ടി വരും. അതെ അതെ. നമ്മൾ ആംഗുലർ, പൈത്തൺ, അതാണ് എൻ്റെ മെയിൻ. ഞാൻ വർക്ക് ചെയ്യുന്ന പ്രൊജക്റ്റ് അതാണ്. അതെ പിന്നെ അതെ. ഫ്ലട്ടർ ഉണ്ട്, നോഡ് ഉണ്ട്, ഓ, ഫ്ലട്ടർ പി ഉണ്ടോ? എച്ച് പി. മൊബൈൽ ഓ, ആപ്പ് ഇവിടെ ഫ്ലട്ടർ ആണോ? അതെ അതെ, മൊബൈൽ ആപ്പ് ഫ്ലട്ടർ ആണ്. അതിലും ബാക്ക് എൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് പൈത്തൺ തന്നെയാണ് അതെ കൂടുതലും. അങ്ങനെ തന്നെ ആയിരിക്കും. അത് ബാക്ക് ഏതായാലും നമുക്ക് എ പി ഐ വെച്ച് ഡാറ്റ കിട്ടിയാൽ മതി, നമുക്ക് ഏത് ഡാറ്റ ടെക്നോളജി ഒന്നും കിട്ടിയാൽ അറിയേണ്ട മതി. ആവശ്യമില്ലല്ലോ ഫ്രണ്ട് എൻഡിൽ. അതെ. അപ്പം ഫ്ലട്ടറിലും വർക്ക് ചെയ്യേണ്ടി വരും. അതെ അതെ. കൂടുതലും ഈ ഫ്ലട്ടറും ഫ്ലട്ടറും ചെയ്യോ? ആംഗുലർ. ഓ, ഫ്ലട്ടറും ചെയ്യും. അടിപൊളി. വലിയ അത്ര അടിപൊളിയായിട്ടില്ല, പക്ഷെ ഫ്ലട്ടറിന് വേറെ ഡെവലപ്പേഴ്സ് ഉണ്ട്. പക്ഷെ വർക്ക് ലോഡ് കൂടുന്ന സമയത്ത് നമ്മൾ ഫ്ലട്ടറിൽ ഒന്ന് ഇരുന്ന് കൊടുക്കും. സപ്പോർട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതെ 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 നല്ലതാട്ടോ, കാരണം പുതിയ ഓരോ ടെക്നോളജിയിലും നമ്മൾ ബേസിക്കലി ഒരു ടെക്നോളജിയിൽ എക്സ്പേർട്ട് ആണെങ്കിലും നമ്മൾ മറ്റുള്ള ടെക്നോളജിനെ കുറിച്ച് നന്നായിട്ട് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നമുക്ക് അതെ. എപ്പോഴാണ് നമ്മൾ എപ്പോഴും ഡൈനാമിക് ആയിരിക്കണം. ഏത് യെസ് ടെക്നോളജി യെസ്. വന്നു കഴിഞ്ഞാൽ അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയ രീതിയിൽ നമ്മൾ ഡൈനാമിക് ആണെങ്കിൽ നമുക്ക് കരിയറിൽ എപ്പോഴും ഗ്രോത്ത് ഉണ്ടാവും. അതെ. കാരണം നമുക്ക് ഞാൻ ഈ ജാങ്കോയിൽ നമുക്കിവിടെ ഫ്ലാസ്കിലാണ് കംപ്ലീറ്റ് പ്രൊജക്റ്റ് വരുന്നത്. കാരണം ഞങ്ങളെ മാനേജറിന് കൂടുതലും ഫ്ലാസ്കിലാണ് കുറച്ചും കൂടിയും കുറേ കാലത്തെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് മൂപ്പർ എപ്പോഴും പ്രിഫർ ചെയ്യൽ ഫ്ലാസ്കാണ്. പക്ഷെ ഫ്ലാസ്കിൽ ശരിക്കും കോഡ് എഴുതുമ്പോൾ ഫ്രം ദ സ്ക്രാച്ച്, ശരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഫസ്റ്റ് ഫ്ലാസ്ക് പഠിക്കുന്ന ഒരാൾക്ക് പിന്നെ ജാങ്കോ പഠിക്കുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നും. കാരണം ജാങ്കോയിൽ ഈ പ്രീ ബിൽഡ് ആയിട്ട് വരുന്ന എല്ലാ സാധനങ്ങളും ഫ്ലാസ്കിൽ നിന്ന് ഫ്രം ദി സ്ക്രാച്ച് നമ്മൾ എഴുതണം. ഈവൻ ഒരു സെഷൻ ഹാൻഡ്ലിങ് പോലും പക്കായിട്ട് ഫ്ലാസ്കിൽ നമ്മൾ ബേസിക് ലെവലിൽ നമ്മൾ എഴുതി തുടങ്ങണം. പൊക്കിക്കൊണ്ടിരണം, അതെ എഴുതി അതെ. തുടങ്ങണം. മറ്റേത് നമുക്ക് ഓൾറെഡി ജാങ്കോൻ്റെ എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ്. ഈവൻ അതിൻ്റെ ഒരു ഒതൻറ്റിക്കേഷൻ ലെവലിൽ മുതൽ അതിൽ ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ആണ് കംപ്ലീറ്റ്ലി. അതെ അപ്പോൾ അതെങ്ങനെ വർക്ക് ചെയ്യുന്നു, എങ്ങനെ അത് സ്റ്റാർട്ട് ആവുന്നു, അതിൻ്റെ കംപ്ലീറ്റ് സാധനം നമ്മൾ ഫ്ലാസ്ക് നിന്ന് തുടങ്ങുകയാണെങ്കിൽ, ഞാൻ മനസ്സിലാക്കിയതോട്ട് പറയുന്നത്, ചിലപ്പോൾ അത് തെറ്റായിരിക്കാം, നമുക്ക് മാറ്റി പറയാം. പക്ഷെ ഞാൻ എൻ്റെ ഒരു ഇതാണ് പറയുന്നത്, അതിൻ്റെ ഫ്രം ദ സ്ക്രാച്ച്. കാരണം ജാങ്കോക്ക് ഇൻബിൽഡ് ഒ ആർ എം ഉണ്ട്. ഫ്ലാസ്ക് ആയാലും ഫാസ്റ്റ് ആയാലൊക്കെ നമ്മൾ എസ്ക്യുഎൽ ആൽക്കമീനെ ഡിപ്പെൻഡ് ചെയ്യണം. അതെ അതെ. അപ്പോൾ എസ്ക്യുഎൽ ആൽക്കമി നമ്മൾ ചെയ്യുന്ന സമയത്ത്, എസ്പെഷ്യലി നമ്മളിവിടെ ചെയ്യുന്ന കംപ്ലീറ്റ് സോഫ്റ്റ്വെയർസ്, ഞങ്ങൾക്കുള്ള ഒരു 5-6 പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാലും കംപ്ലീറ്റ് മൾട്ടി ടെനൻ്റ് ആണ്. അതെ അതെ. അപ്പം ഒരു ഇൻസ്റ്റൻസിൽ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ ക്ലയൻസ് നമുക്ക് റൺ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പം മൾട്ടി ടെനൻ്റ് വരുന്ന സമയത്ത് നമുക്ക് സെഷൻ ഹാൻഡ്ലിങ് ഭയങ്കര കംപ്ലീറ്റ് നമ്മൾ നല്ല പക്കാ രീതിയിൽ നോക്കണം, അല്ലെങ്കിൽ സെഷൻ ഭയങ്കര വിഷയമായിട്ട് വരും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഫ്രം ദി സ്ക്രാച്ച് നമ്മൾ ബിൽഡപ്പ് ചെയ്ത് വരുമ്പം നമുക്ക് കുറച്ചും കൂടി റൂട്ട് ലെവലിൽ നല്ല ഗ്രിപ്പ് ഉണ്ടാവും. അതെ അതെ. ഐ മീൻ അതെങ്ങനെ വർക്ക് ചെയ്യുന്നു, എങ്ങനെയാണ് സെഷൻ ക്ലോസ് ചെയ്യുന്നു, സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, കംപ്ലീറ്റ് തന്നെ ട്രാൻസാക്ഷൻ റോൾ ബാക്ക് കംപ്ലീറ്റ് നമ്മളെ കയ്യിൽ ഗ്രിപ്പ് ഉണ്ടാവും. ജാങ്കോ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, ഇല്ലയെന്ന് പറഞ്ഞില്ല. കാരണം ഞാൻ ജാങ്കോക്ക് മാറാൻ അല്ലെങ്കിൽ കുറച്ചും കൂടി പഠിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജാങ്കോയിൽ ഇൻബിൽഡായിട്ട് ഈ മൾട്ടി ടെനൻ്റ് ഹാൻഡിൽ ചെയ്യാനുള്ള സാധനങ്ങളുണ്ട്. ഇപ്പം നമുക്ക് ഒരുപാട് എഫേർട്സ് കുറയും. നിങ്ങൾ ജാങ്കോയിൽ അവിടെ മൾട്ടി ടെനൻസി യൂസ് ചെയ്യലുണ്ടോ? ഞാൻ ബാക്കെൻഡ് അല്ല, എനിക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല, ഞാൻ ഫ്രണ്ട് എൻഡ് തന്നെ. അല്ലേ. ആ, ഓക്കെ. ആ, ഓക്കെ ഓക്കെ. നിങ്ങൾ ഫ്രണ്ട് റിയാക്ട് ആവും അല്ലേ? ഞാനില്ലല്ല, ഞാൻ ആൻഡ്രോയിഡാണ്, ആൻഡ്രോയിഡ്. ആൻഡ്രോയിഡ്. ആ, ഓക്കെ ഓക്കെ ഓക്കെ. ഏതാ, കോട്ട്ലിനാണോ? കോട്ട്ലിനാണോ വർക്ക് അതെ ചെയ്യുന്നത്, അതെ ഫ്ലട്ടർ അതെ. ആണോ? കോട്ട്ലി ഞങ്ങൾക്ക് ഇവിടെ ഫ്ലട്ടർ ഇല്ല, നേറ്റീവാണ്. ഓ, നേറ്റീവ് ആണല്ലേ. ഓക്കെ 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 ഓക്കെ. മൾട്ടി ടെനൻസി ഉണ്ടോ നിങ്ങൾക്ക് അവിടെ പ്രൊജക്റ്റിൽ? ഉണ്ടോ മൾട്ടി ടെനൻ്റ് ആയിട്ടാണോ അതോ സിംഗിൾ ആയിട്ടാണോ? എനിക്കറിയില്ല, അതിൻ്റെ ഡീറ്റെയിൽ ഒന്നും എനിക്കറിയില്ല. ആ, ഓക്കെ. നോ ഇഷ്യൂസ്, നോ ഇഷ്യൂസ്. സംഭവം മൾട്ടി ടെനൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മളെ ഒരു സെയിം ഒരു ഇൻസ്റ്റൻസിൻ്റെ സെയിം സാധനം എടുത്തിട്ട് നമുക്ക് മൾട്ടിപ്പിൾ ക്ലയൻസിന് കൊടുക്കാം. അപ്പോൾ നമ്മളൊരു ഇപ്പോൾ ഒരു ആപ്പ് ഉണ്ടാക്കി, ആപ്പ് നമുക്ക് കംപ്ലീറ്റ്ലി ഒരു ക്ലയൻറ്റിന് അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ജനറലൈസ് ചെയ്തിട്ട് ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയിട്ട് മൾട്ടിപ്പിൾ ക്ലയൻസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെയിം ഇൻസ്റ്റൻസിൽ നിന്ന് അവർക്ക് സെപ്പറേറ്റ് ഡാറ്റാബേസ് മാത്രമാക്കിയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓ അതാണ് ബേസിക്കലി മൾട്ടി ടെനൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ബി ടു ബി
സോഫ്റ്റ്വെയർസ് കൂടുതൽ നമ്മൾ അങ്ങനെ ഉണ്ടാക്കാം. ബിസിനസ് ടു ബിസിനസ് സോഫ്റ്റ്വെയർസ് ഉണ്ടാക്കുമ്പോൾ ഒരു സാധനം നമ്മൾ ഒരു പെർട്ടിക്കുലർ ഒരു ക്ലയൻസിനെ മാത്രം ഉദ്ദേശിക്കുന്നില്ല, ഒരു 5-6 ക്ലയൻസിന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സെയിം സോഫ്റ്റ്വെയർ നമുക്ക് ആ 6 ക്ലയൻറ്റിനും ഡിഫറെൻറ്റ് ഡാറ്റാബേസ് മാത്രം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർ കൊടുക്കാം. അപ്പോൾ എന്താ വെച്ചാൽ ഈ ഡാറ്റാബേസിൻ്റെ കൊളിഷനും കാര്യങ്ങളും ഉണ്ടാവില്ല. മറ്റ് എല്ലാ ടാബിളിലും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഈ ഓരോ ക്ലയൻറ്റിൻ്റെ ID കീപ്പ് ചെയ്തിട്ട് നമുക്കത് കുറേ ചെയ്തെടുക്കുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതെ അതെ അപ്പം നമുക്ക് ഒരു മാസ്റ്റർ ഡാറ്റാബേസ് ഉണ്ടാവും, അതിൻ്റെ കൂടെ 6 ക്ലയൻ്റ് ആണെങ്കിൽ 6 സ്ലേവിനുള്ള ഡാറ്റാബേസ് ഉണ്ടായിരിക്കും. അതെ അതെ അപ്പോൾ ആ രീതിയിലായിരിക്കും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പം അങ്ങനത്തെ പ്രൊജക്ട്സ് ജാങ്കോയിൽ ഇൻബിൽഡായിട്ട് മൾട്ടി ടെനൻസി ജാങ്കോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബേസിക്കലി ജാങ്കോ കൂടെ സൈഡിൽ കൂടെ കൊണ്ടുപോയത്. അപ്പം അതായിരുന്നു എൻ്റെ ഒരു ജേണി. ഞാൻ തന്നെ പറഞ്ഞിട്ട് ഈ ബാക്കിയുള്ള 10-20 ആൾക്കാരുണ്ട്, ബോറടിപ്പിക്കുന്നില്ല. അല്ല സംഭവം എക്സ്പീരിയൻസ് നമ്മളിപ്പോ എന്താ അറിയോ, ഈ ഒരു കമ്മ്യൂണിറ്റി കൊണ്ട് ഇപ്പൊ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ നിങ്ങളിപ്പോ അതെ എന്താ വെച്ചാൽ ഇത് മാക്സിമം നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങളുടെ ചലഞ്ചസ് ഷെയർ ചെയ്യാണ്. ഈ അതെ സംഭവങ്ങൾ ഷെയർ ചെയ്ത് വരുമ്പോൾ വെച്ചാൽ ഒരുപാട് ഫ്രഷേഴ്സ് ഉണ്ട്, എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളുണ്ട് ഇതിനെ കുറിച്ചൊന്നും അറിയാത്ത. അപ്പോൾ അവർക്ക് ഇതൊരു ഇൻഫർമേഷൻ ആണ്, അവർ വർക്ക് ചെയ്യാത്ത ഏരിയയാണ്. അപ്പോൾ സ്വാഭാവിക എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് അതെ കാര്യമില്ലല്ലോ, വർക്ക് ചെയ്യാത്ത ഏരിയയെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു ഏരിയയിൽ നിന്ന് അതെ അവർക്ക് ഒരു എക്സ്പീരിയൻസ് കിട്ടും. നാളെ അവർ അങ്ങനത്തെ ഒരു മേഖലയിൽ വർക്ക് ചെയ്യേണ്ടി വരികയാണെങ്കിൽ അവർക്ക് അതിനെക്കുറിച്ചൊരു ധാരണ കിട്ടും. അതെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കൂടുതലായിട്ട് ഇങ്ങനെ ടെക്നിക്കലി സംസാരിക്കുമ്പോൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യണേ. കുറച്ച് ടൈം അതെ എടുത്താലും നമ്മൾ അതിന് വേണ്ടിയിട്ടാണല്ലോ, പിന്നെ കഥ പറയാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഈ മീറ്റ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. എക്സാക്ട്ലി എക്സാക്ട്ലി. അതുകൊണ്ടാണ് എല്ലാവർക്കും അതെ അതെ നമുക്ക് നോളജ് കൂടെ നമ്മൾ ഷെയർ ചെയ്യും. നമുക്ക് നമ്മുടെ അടുത്ത് എന്താണുള്ളത് അത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാം. അതെ അതെ നമുക്ക് കൂടുതൽ നോളജ്, നമ്മളും കൂടുതൽ പഠിക്കാൻ അത് ഇൻട്രസ്റ്റും ഞങ്ങൾക്ക് ഉണ്ടാവും, ഇവിടെ ഏ കൂടുതൽ പഠിക്കാൻ ഇൻട്രസ്റ്റും ഉണ്ടാവും അവർക്ക്. ഓ അതെ അതെ തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് ഞാനിവിടെ ഇതിൻ്റെ ഫസ്റ്റ് കമ്പനിയാണ്. ഞാൻ ഇവിടെ തന്നെയാണ്, 2 വർഷമായിട്ടും ഇവിടെ തന്നെയാണ്. അപ്പം ഞങ്ങൾക്ക് ഇവിടെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത ഒരു 6 മന്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളെ ഓഫീസിൽ ഒരു ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിൽ കൂടുതൽ ട്രെയിനീസിന് വേണ്ടിയിട്ട് ഇത് തുടങ്ങി, ഇൻറ്റേൺഷിപ്പ് തുടങ്ങി. അപ്പോൾ ഇവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ എൻകൗണ്ടർ ചെയ്ത പ്രോബ്ലംസ് ആയിരിക്കില്ല ഈ വരുന്ന സ്റ്റുഡൻസ് എൻകൗണ്ടർ ചെയ്യുക. അപ്പോൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ അവർ നമ്മളോട് ഡൗട്ട് ചോദിക്കുമ്പം നമ്മൾ വീണ്ടും കുഴപ്പത്തില്ല. അപ്പോൾ നമ്മൾ പഠിക്കും. അതെ അതെ അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഒരു സിനാരി വരുമ്പോൾ നമുക്ക് കൂടുതൽ നോളജ് നമുക്ക് കൂടുക ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരിക്കലും ഇന്ന് ബാക്ക് വെക്കരുത്. ഏതൊരു കളയലല്ലോ. ഓപ്പർച്യൂണിറ്റി കിട്ടി കഴിഞ്ഞാലും ഇല്ല ഇല്ല. അതെ 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 ഓക്കെ. ഇവർ ആർക്കെങ്കിലും മൾട്ടി ഡൗട്ട് ഉണ്ട് കേട്ടോ, ചോദിച്ചോളൂ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിച്ചോളൂ. അഫീൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരു സ്റ്റാർട്ടപ്പിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അത്യാവശ്യം ആ ഏരിയയിൽ A to Z ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും. അപ്പോൾ അത്യാവശ്യം നോളജ് ഉണ്ടാവേണ്ടതാണ്. ഇനി ഇല്ലെങ്കിൽ റിസർച്ച് ചെയ്ത് പറഞ്ഞു തരും. ആ ഒരു വിഷയത്തെക്കുറിച്ച് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയല്ല, ഓപ്പൺ സ്റ്റഡി അല്ല. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. വോയിസ് ക്ലിയർ ആണോ? ഹലോ, പറഞ്ഞോ. ഈ മൾട്ടി ടെനന്റ് ഏതാണ് DB യൂസ് ചെയ്ത് പൈത്തണിൽ? ബേസിക്കലി മൾട്ടി ടെനന്റ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത് MySQL ആണ്. പക്ഷേ ജാങ്കോ സ്പെസിഫിക്കലി ജാങ്കോ എന്താ പറയുക സപ്പോർട്ട് ചെയ്യുന്നത് പോസ്റ്റ്ഗ്രസിനാണ്. കാരണം അതിനൊരു കാരണമുണ്ട്. പോസ്റ്റ്ഗ്രസിൽ സ്കീമ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ സ്കീമ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ മൾട്ടിപ്പിൾ ഒരു ഡാറ്റാബേസ് ഇപ്പം MySQL യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മൾട്ടിപ്പിൾ ഡാറ്റാബേസ് തന്നെ ഹാൻഡിൽ ചെയ്യണം. പക്ഷേ പോസ്റ്റ്ഗ്രസിൻ്റെ അകത്ത് ഒരു ഡാറ്റാബേസിൻ്റെ അകത്ത് തന്നെ നമുക്ക് മൾട്ടിപ്പിൾ സ്കീമ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ സെയിം സാധനം ചെയ്യാം. പക്ഷെ ഞങ്ങൾ MySQL യൂസ് ചെയ്യാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഡാറ്റാബേസ് അങ്ങോട്ടും ഇങ്ങോട്ടും മൈഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മൾട്ടിപ്പിൾ DB ആകുമ്പോൾ കുറച്ചും കൂടി ഇതിന് ബെറ്ററാണ് പല കാര്യങ്ങൾക്കും. നമുക്ക് സ്കെയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ഡാറ്റാബേസ് സ്കെയിൽ ചെയ്യുന്നതിനേക്കാളും നമുക്ക് ബെറ്റർ ഉണ്ടാവുക മൾട്ടിപ്പിൾ ഡാറ്റാബേസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മളെ പ്രൊജക്റ്റ് അത്രയും വലിയ പ്രൊജക്റ്റ് ആണെങ്കിൽ ഓരോ ഏരിയയിലാണെന്ന് വിചാരിക്കുക, ഒരു ഇൻ്റർനാഷണൽ ലെവലിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ഡാറ്റാബേസ് എടുത്തിട്ട് നമുക്ക് ഓരോ റീജിയണിൽ നമുക്ക് വേണമെങ്കിൽ ഹോസ്റ്റ് ചെയ്യാം. പക്ഷെ നേരെ മറിച്ച് ഈ പോസ്റ്റ്ഗ്രസിൽ നമ്മൾ സ്കീമ രീതിയിലും ചെയ്യാം. പക്ഷെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതൊരു ഒരു സിംഗിൾ ഡാറ്റാബേസ് ആയിരിക്കും. ഞാൻ മനസ്സിലാക്കിയ പ്രകാരം കേട്ടോ, ഒരു സിംഗിൾ ഡാറ്റാബേസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് പല സ്ഥലത്തും കൊണ്ടുപോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഹോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അത് ഡിപ്പെൻസ്, എന്താണോ നമ്മളെ യൂസ് കേസ്, എന്താണോ നമ്മളെ ആവശ്യം, അതിനനുസരിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യാം. പക്ഷെ ജാങ്കോ സ്പെസിഫിക്കലി സപ്പോർട്ട് ചെയ്യുന്നത്
പോസ്റ്റ്ഗ്രസിനാണ്. ഈ മൾട്ടി ടെനന്റ് ചെയ്യുമ്പോഴേ ഡൊമൈന് സെയിം ആവോ? അത് നമുക്ക് ബേസിക്കലി ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഓരോരുത്തരുടെ ഡിസൈൻ ആർക്കിടെക്ചർ ഡിസൈൻ ചെയ്യുന്ന അനുസരിച്ചാണ്. ഈ ഇപ്പോൾ ഒരു സെയിം ആപ്ലിക്കേഷൻ ആണല്ലോ നമ്മൾ ഈ മൾട്ടിപ്പിൾ ക്ലയൻസിന് കൊടുക്കുന്നത്. അപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ക്ലയൻറ്റ് എ ഉണ്ട്, ക്ലയൻറ്റ് ബി ഉണ്ട്, ക്ലയൻറ്റ് സി ഉണ്ട്. ബേസിക്കലി ഈ 3 ക്ലയൻ്റ് ആണെങ്കിലും ഹിറ്റ് ചെയ്യുന്നത് ഒറ്റ സെർവറിലേക്കാണ്. അവിടുന്ന് അവരുടെ ഡാറ്റ മാത്രമാണ് മൾട്ടിപ്പിൾ ഡാറ്റാബേസിലുള്ളത്. അപ്പോൾ ഓരോ ആൾക്കാർക്ക് അവർക്ക് ഇഷ്ടമുള്ള ഡൊമൈൻ വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം. പക്ഷേ ബൈ എൻഡ് ഓഫ് ദി ഡേ എവിടേക്കാണ് ഹിറ്റ് വരുന്നത്? നമ്മളെ സിംഗിൾ സെർവർക്കാണ് വരുന്നത്. അപ്പോൾ ഏത് ഡൊമൈനിൽ നിന്ന് ഹിറ്റ് വന്നു കഴിഞ്ഞാലും അവസാനം നമ്മളെ സെർവർക്ക് തന്നെയാണ് സാധനം എത്തുക. അത് ക്ലിയർ ആണോ? ക്ലിയർ ആയിക്കണ്. ഞാൻ മൾട്ടി ടെനന്റ് ആ ചെയ്തതാണ് ഫ്രണ്ട് എൻഡ്. ഓക്കെ അത് ചോദിച്ചു. ഓക്കെ ഓക്കെ, നോ ഇഷ്യൂസ്. നിങ്ങൾക്ക് അവിടെ ഏതാണ് നിങ്ങൾ ഡി ബി ഏതാ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്? നമ്മൾ തന്നെ പോസ്റ്റ് പോസ്റ്റ്ഗ്രസ് ആവില്ലേ? നമ്മളുടെ സ്കീമ ആയിട്ടായിരിക്കില്ലേ ചെയ്തിട്ടുണ്ടാവുക? അതെ അതെ. ഓക്കെ. അതിന്റെ മൈഗ്രേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെ ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്? പല ക്ലയൻസിനും പല രീതിയിലുണ്ടോ, അതോ എല്ലാ ക്ലയൻസിനും സെയിം രീതിയിൽ തന്നെയാണോ സെയിം ആണ്. ഡാറ്റാബേസ് ലെവൽ സെയിം? അതുകൊണ്ട് ഡൊമൈൻ മൈഗ്രേഷനും കാര്യങ്ങളൊന്നും വലിയ വിഷയം ഉണ്ടായിട്ടുണ്ടാവില്ല. ഇല്ലല്ല, നമ്മളിപ്പോ ഡൊമൈന് ഓരോ ക്ലയന്റിനും ഓരോന്നാവും. ഇപ്പൊ നീ നിങ്ങൾ പറഞ്ഞ ജാങ്കോലാണോ ചെയ്യണേ? നിങ്ങൾ ജാങ്കോലാണോ ചെയ്യണേ? നമ്മള് നോഡ് ജേസ് ആണ്. ഓക്കെ 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 ഓക്കെ. നിങ്ങൾ ഈ പറഞ്ഞ സംഭവം നമ്മളിപ്പോ നിങ്ങൾ എങ്ങനെ ഡീൽ ചെയ്തേ? ആ ഞങ്ങള് AWSുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഓക്കെ. ഡൊമൈന് ആ ഓരോ ക്ലയന്റിനും ഓരോന്ന് കൊടുക്കും. ഓരോ ഓക്കെ. ക്ലയന്റിനും ഓരോന്ന്. ഓക്കെ ഇപ്പോ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു ക്ലയന്റ് രജിസ്റ്റർ എന്നുള്ളൊരു യൂസർ നെയിമിൽ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ വെച്ചിട്ടുള്ളൊരു ഡൊമൈൻ ആവും അതെ. അവർക്ക് കൊടുക്കാം. ഓക്കെ ഓക്കെ. ഓക്കെ. അങ്ങനെ. ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് എൻഡ് ഓഫ് ദി ഡേ ഇതിന്റെ ബാക്കിൽ നമുക്ക് ഒരു സിംഗിൾ സെർവർക്ക് തന്നെ ഹിറ്റ് വരുന്നത്. അവർക്ക് ഏത് ഡൊമൈന് കൊടുത്താലും. അതെ അതെ അതെ, സെയിം അതെ. സെർവർ. അതെ ഞാൻ ചോദിക്കാനുള്ള കാരണം, നമുക്ക് ജാങ്കോലി മൾട്ടി ടെനൻസി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ ഈ URL റൗട്ടിംഗ് ലെവലിൽ തന്നെ നമുക്ക് ഡാറ്റാബേസ് ചെയ്യാം. ഞാൻ ജാങ്കോല് പ്രൊഡക്ഷൻ ലെവലിൽ ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് കറക്റ്റ് അതിനെക്കുറിച്ച് അറിയില്ല. പക്ഷേ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ലോക്കലിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ലോക്കൽ ഹോസ്റ്റ് ഡോട്ട് നമുക്ക് നമ്മുടെ ഡാറ്റാബേസിൻ്റെ പേര്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു സ്പെസിഫിക് നെയിം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഡോട്ട് ബാക്കി നമുക്ക് നമ്മളെ API വിളിച്ചു കൊടുക്കാം. അങ്ങോട്ട് ഇതിൻ്റെ ഒരു ജാങ്കോയിൽ ഒരു ഡാറ്റാബേസ് റൗട്ടർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് അതിൽ നിന്ന് എന്ത് ചെയ്യാം, ഡാറ്റാബേസിന് നെയിം ഫെച്ച് ചെയ്തിട്ട് നമുക്ക് റൗട്ടിങ് ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ട്. DB റൗട്ടറോ അങ്ങനെ എന്തോ ആണ് എനിക്ക് തോന്നുന്നു ജാങ്കോയിൽ. അതിനുള്ള ഒരു ഓൾറെഡി സെറ്റിംഗ്സിൽ അത് അവൈലബിൾ ആണ്. ജാങ്കോയിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഇല്ല, ബട്ട് ഞാൻ ചെയ്ത് വെച്ചിട്ട് അങ്ങനെയാണ് കണ്ടത്. ചെറിയൊരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരുത്തന്നെ മൈക്ക് എന്തോ കംപ്ലൈൻ്റ് ആയിട്ട് അനന്ത് ബ്രോ. അത് +2 കമ്പ്യൂട്ടർ സയൻസ് ആണ്, +2 കഴിഞ്ഞിട്ട് 4 വർഷം ഡിഗ്രി ഇല്ല, IT ഇൻഡസ്ട്രി ജോബ്. അത് ഞാൻ ലാസ്റ്റ് പറയാം. അത് ജനറൽ ഡൗട്ടാണ് അതൊക്കെ. പിന്നെ ബാക്കി മൈഗ്രേഷൻ റിലേറ്റ് ചെയ്തിട്ട് എന്തൊക്കെ ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. എന്തായാലും ടെക്സ്റ്റ് ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കുക. നമ്മൾ വോയിസ് ആയിരിക്കും ഇച്ചിരി കൂടി നന്നാവും കേട്ടോ. ഒന്ന് ചോദിച്ചോളൂ, വോയിസ് ആയിട്ട് ചോദിച്ചോളൂ. DB മൈഗ്രേഷൻ റിലേറ്റ് ചെയ്തൊരു ഡൗട്ട് വന്നിട്ടുണ്ട്. മൈഗ്രേഷൻ മൈഗ്രേഷനിൽ സ്പെസിഫിക്കലി നമുക്ക് പല എറേഴ്സും വരാൻ പറ്റും. ഇപ്പം ഞാൻ എൻകൗണ്ടർ ചെയ്ത ഒരുപാട് എറേഴ്സ് ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് സ്പെസിഫിക്കലി റഷാദാണെന്ന് തോന്നുന്നുണ്ട് ചോദിച്ചത്. സ്പെസിഫിക്കലി എന്തെങ്കിലും എററായിട്ട് സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും വരുന്നുണ്ടോ, അതോ ജനറൽ ആയിട്ട് എങ്ങനെ വരുന്ന എറർ എങ്ങനെയാണ്, എന്താണ് സംഭവം? ഒരു എറർ എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ പല എറർ ഉണ്ടല്ലോ. കേൾക്കണമെന്നില്ല. എൻ്റെ ഞാൻ പറയുന്നത് ക്ലിയർ ആയിട്ട് കേൾക്കാത്ത പ്രശ്നമുണ്ടോ? അവരെന്തോന്ന് റീപ്ലൈ തരാത്ത
ഞാനതാണ്. ടൈം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കിട്ടിയ ചാൻസ് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ വെച്ച് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. മ്യൂട്ട് ചെയ്താൽ ചെയ്യാതെ നിൽക്കുക, പെട്ടെന്ന് റിപ്ലൈ കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ഒരു സാധാരണ ഒരു മൈഗ്രേഷനിൽ എറർ ഉണ്ടാവുകയാണെങ്കിൽ നോർമൽ ജനറലായിട്ട് എന്തൊക്കെ എറർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്? ബേസിക്കലി ഈ മൈഗ്രേഷൻ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ സ്ക്രിപ്റ്റ് ജനറേറ്റ് ആവുമല്ലോ. ഇപ്പം നമ്മൾ വിചാരിക്കാത്ത എറർ, ഇപ്പം ഡാറ്റാബേസ് ലെവലിൽ എനിക്ക് തോന്നുന്നു ഈ ഫോറിൻ കീസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇവർ ഈ പ്രോപ്പറായിട്ട് അത് ഇപ്പം ഫോറിൻ കീ ഒക്കെ റിമൂവ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് അതിന് ആദ്യം യൂണീക്ക് കൺസ്ട്രെയിൻസ് റിമൂവ് ചെയ്യണം, എന്നിട്ട് ഫോറിൻ കീ റിമൂവ് ചെയ്യണം. അങ്ങനെ ഒരു ഒരു സ്റ്റെപ്പൊക്കെ ഉണ്ട്. ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം ഫ്ലാസ്കിലാട്ടോ, ജാങ്കോയിൽ എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ ആ കറക്റ്റ് രീതിയിൽ നമ്മളത് കളഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ സ്ക്രിപ്റ്റ് ഓട്ടോ ജനറേറ്റ് ആണല്ലോ. അപ്പോൾ ഈ ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം സ്ക്രിപ്റ്റിൽ ഉണ്ടാവുക ടാബിൾ ആദ്യം റിമൂവ് ചെയ്യാനും പിന്നെ വരിക ചിലപ്പം കൺസ്ട്രെയിൻസ് റിമൂവ് ചെയ്യാനായിരിക്കും. അപ്പം ആദ്യം ടാബിൾ റിമൂവ് ചെയ്യുമ്പം യൂണീക്ക് കൺസ്ട്രെയിൻസ് ഉള്ളതിനെ കൊണ്ട് തന്നെ എന്താവില്ല, ടാബിൾ റിമൂവ് ആവില്ല. അപ്പം അങ്ങനത്തെ ഒക്കെ കൊളീഷൻസ് വരാറുണ്ട്. ഇപ്പം SQL ആൽക്കമിയിൽ തന്നെ ഇപ്പം ഈ മൈഗ്രേഷൻ സ്ക്രിപ്റ്റ് ജനറേറ്റ് ആകുമ്പോൾ ആ സ്ക്രിപ്റ്റിൻ്റെ ഉള്ളിൽ പോയി നോക്കിയാൽ കാണാം, അത് തന്നെ അവർ കോട്ടിൽ കൊടുത്തിട്ടുണ്ട്. സ്ക്രിപ്റ്റ് അപ്ഗ്രേഡ് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് വായിച്ച് നോക്കിയിട്ട് എന്ത് ചെയ്യുക, എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്തിട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പം കറക്റ്റ് അതിൻ്റെ അകത്ത് കാണിക്കും എന്താണ് എറർ എന്നുള്ളത്. അതും ഈ സ്ക്രിപ്റ്റും വെച്ച് കമ്പയർ ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് എറർ. കാരണം ഈ പൈത്തൺ ആയാലും ലൈൻ ബൈ ലൈൻ എക്സിക്യൂഷൻ ആണല്ലോ. അപ്പോൾ എന്തായാലും അതിൽ ജസ്റ്റ് നോക്കിയാൽ മതി ഏതാണ് ഫസ്റ്റ് വരുന്നത്, എന്തുകൊണ്ടാണ് എറർ, നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ മാത്രമേ ഉള്ളൂ. പക്ഷേ റയർ കേസിൽ ചില സമയത്ത് സ്ക്രിപ്റ്റ് തീരെ റണ്ണാവാത്ത കേസ് ഉണ്ട്. അങ്ങനത്തെ കേസിൽ ഞാൻ ചെയ്യൽ എന്താ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ എഫേർട്ട് എടുക്കാൻ നിൽക്കില്ല. നേരെ പോയി നമ്മൾ ഡാറ്റാബേസിൽ നിന്ന് ഈ മൈഗ്രേഷൻ്റെ ഒരു വേർഷൻ കീപ്പ് ചെയ്തിട്ടുണ്ടാവും, ആ വേർഷനും കളയും, ജനറേറ്റ് ചെയ്തിട്ടുള്ള മൈഗ്രേഷൻ്റെ ഫയൽസും കളഞ്ഞിട്ട് രണ്ടാമതൊരു മൈഗ്രേഷൻ സ്ക്രിപ്റ്റ് ജനറേറ്റ് ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യലാണ് പതിവ്. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ, ടോപ്പിക് എന്തായിരുന്നു? പറഞ്ഞോളൂ പറഞ്ഞോളൂ. അല്ല, ടോപ്പിക് എന്തായിരുന്നു എന്ന് ചോദിച്ചതാ. ടോപ്പിക്ക് നമ്മൾ ജനറൽ സബ്ജക്റ്റ് ആയിട്ട് വെച്ചതാണ്. നമ്മൾ പിന്നെ മീറ്റിംഗ് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഇത് ഫ്ലോപ്പായി പോകും. അപ്പോൾ ജനറലി ആർക്കെങ്കിലും സംസാരിക്കാൻ അവസരങ്ങൾ കൊടുക്കുക, ഇനി ഡീൽ ചെയ്യാൻ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയാം, ജനറൽ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക. അതായിരുന്നു മെയിനായിട്ടുള്ള ടോപ്പിക്ക് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമുക്ക് സന്തോഷ വാർത്ത ഉണ്ട്, ഒരു ഹാപ്പി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഫ്ലൈനിൽ ഒരു മീറ്റപ്പ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു. ആർക്കൊക്കെ അറിയായിരുന്നു അത്? ആരൊക്കെ ആ സമയത്ത് ഡിസ്കഷനിൽ ഉണ്ടായിട്ടുണ്ട്? അന്ന് ഹാൻഡ് റൈസ് ചെയ്യുക, ആരൊക്കെ ഉണ്ടായിരുന്നത്? മുനിപുറ ഉണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട്. ഷംസീർ. ഓക്കെ, എന്താ വെച്ചാൽ നമുക്കൊരു കമ്പനി സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കിൻഫ്രയിൽ ഒരു വർക്ക് സ്പേസ് അല്ല, ഒരു റോള് നമുക്ക് സ്പോൺസർ ചെയ്ത് തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ഹാഫ് ഡേ ഒരു ദുബായ് ബേസ്ഡ് കമ്പനീൻ്റെ കീഴിൽ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പ്രവർത്തനങ്ങളൊക്കെ നടത്തണം. നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ആ ഒരു മീറ്റപ്പ് വിജയിപ്പിച്ചെടുക്കണം. അപ്പോൾ അതൊക്കെ കിട്ടുന്നത് നമുക്ക് നല്ലൊരു ഓഫറാണ്, ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് ഇങ്ങനെ മീറ്റപ്പ് നടത്താനുള്ള. നമുക്ക് പ്ലാൻ ഉണ്ട്, വൈകാതെ നമുക്ക് അതിന് ടീമിനൊക്കെ കോർഡിനേറ്റ് ചെയ്യണം. ഞാനിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നല്ലൊരു ടീമിനെ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കേണ്ടതുണ്ട്. ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം. എന്താ പറയുക, നല്ലൊരു ടീം ബിൽഡ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ആപ്പും ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടതുണ്ട്. കാരണം ഇതിൻ്റെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു സ്ട്രക്ചേർഡ് ഫോർമാറ്റിൽ നമുക്ക് കീപ്പ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നോക്കാം, നമുക്ക് വയ്യ എന്തൊക്കെ ആവാനൊന്നും പറയാൻ പറ്റില്ലല്ലോ. നമുക്ക് വയ്യ ശ്രമിക്കാം. അത് പറയാതിരുന്നിട്ട് എന്തോ പോലെ നിങ്ങളുടെ മുമ്പിൽ അത് അവതരിപ്പിക്കണമല്ലോ. കാരണം നമ്മളെല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ഒരു വലിയ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടണത്. ഓക്കെ, പിന്നെ വേറെ എന്തെങ്കിലും? കേൾക്കാമോ? കേൾക്കണില്ലേ? എല്ലാവരും മ്യൂട്ടായിരിക്കണം. കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളോ പറയണോ? ഒരു ഡൗട്ട് ചോദിക്കട്ടെ? ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ പൈത്തൺ ജാങ്കോണ് ഇരിക്കുന്നത്. അപ്പോൾ പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു സമയത്തൊക്കെ നമുക്ക്
ഇപ്പോൾ ഒരു മൈഗ്രേഷൻ നമ്മൾ ഒരു പുതിയ ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് മൈഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ പിന്നെ നമ്മൾ വിചാരിക്കുകയാണ് അത് ഓൾറെഡി കണക്റ്റഡ് ആയിട്ടുള്ള ടേബിൾ ആകുമ്പോൾ നമുക്ക് എന്താ ചേഞ്ചസ് കാര്യങ്ങൾ വരുമ്പോൾ അത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൈഗ്രേഷൻ എറർ വന്നിട്ട് ഫുള്ള് പൊട്ടും. അപ്പോൾ ആ ഒരു പൊട്ടുന്ന സ്റ്റേജ് എത്തുമ്പോൾ ഒന്നും തീരെ പറ്റാത്ത സ്റ്റേജ് ആണെങ്കിൽ നമ്മൾ നേരെ പോയിട്ട് പോസ്റ്റ്ഗ്രസ് അതിൽ പി ജി അഡ്മിനിൽ പോയിട്ട് ഫുള്ളി ഡിലീറ്റ് ചെയ്തിട്ട് പുതിയ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തിട്ട് മൊത്തത്തിൽ മൈഗ്രേറ്റ് ചെയ്യലാ ചെയ്യുക. പിന്നെ സോ അതിനെന്തെങ്കിലും അത് ചെയ്യാണ്ട് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതായത് കംപ്ലീറ്റ്ലി എന്താ പറയാ നമ്മൾ ഇത് ചെയ്യും, ഫുള്ളി ഡിലീറ്റ് ചെയ്ത് ഡാറ്റാബേസ് തന്നെ ഡിലീറ്റ് ചെയ്തിട്ട് പുതിയ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തിട്ട് പുഷ് ചെയ്യും, അതിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും. സോ അതിനെന്തെങ്കിലും വേറെ ചോയ്സ് ഉണ്ടോ അത് ചെയ്യാണ്ട്? ഈ ഡാറ്റാബേസിലെ ഡാറ്റ കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടോ? ഏതെങ്കിലും മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ ഫുള്ള് പൊട്ടി കഴിയുമ്പോൾ വേറൊരു ഇത് ഉണ്ടാവില്ല, വേറെ ഓപ്ഷൻ കണ്ടിയില്ല, അതാണ്. ഈ മൈഗ്രേഷൻ സ്ക്രിപ്റ്റ് നിങ്ങൾ വേറെ എവിടെയെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ? ഇല്ലില്ല. ഐ മീൻ സ്ക്രിപ്റ്റ് ജസ്റ്റ് ടാബിളും ഫീൽഡ്സും പോപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമല്ല യൂസ് ചെയ്യുന്നത്? അതെ അതെ അല്ലെങ്കിൽ അതെ. ഇപ്പം ഞാൻ നേരത്തെ റിപ്പീറ്റ് ചെയ്ത സാധനം ഒന്നുകൂടി പറയണം, മൾട്ടി ടെനന്റ് രീതിയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ മൈഗ്രേഷൻ സ്ക്രിപ്റ്റിന് ഭയങ്കര പ്രധാനമുണ്ട്. കാരണം ഇന്നല്ലെങ്കിൽ നാളെ പുതിയൊരു ക്ലയന്റ് വരുമ്പം നമ്മൾ മാനുവലി അല്ല ഈ ഒരു പെർട്ടിക്കുലർ ക്ലയന്റിനെ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് അതിനൊരു സൂപ്പർ അഡ്മിൻ മൊഡ്യൂൾ ഉണ്ടായിരിക്കും. അതിൻ്റെ അകത്തുനിന്ന് ഗ്രാഫിക്കൽ ഇന്റർഫേസ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യുക, അടുത്തൊരു ടെനന്റ് ക്രിയേറ്റ് ചെയ്യുക. ഈ ടെനന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓൾറെഡി ഉള്ള മൈഗ്രേഷൻ സ്ക്രിപ്റ്റ് നമ്മൾ പൈത്തൺ നമ്മൾ സബ് പ്രോസസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ടെർമിനൽ സാധനങ്ങൾ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് നമ്മൾ ഈ ഓ മൈഗ്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പൊ അവിടെ ഞങ്ങൾക്ക് എന്തുണ്ട്, മൈഗ്രേഷൻ സ്ക്രിപ്റ്റിന് പ്രധാനമുണ്ട്. അപ്പൊ മൈഗ്രേഷൻ സ്ക്രിപ്റ്റ് അങ്ങനെ എടുത്ത് കളയാൻ പറ്റൂല. അപ്പൊ നിങ്ങൾ പറഞ്ഞ ഓ കേസിൽ ഡാറ്റ എനിക്ക് തോന്നുന്നു ജാങ്കോ ഞാൻ അത്ര എക്സ്പീരിയൻസ് ഇട്ടില്ല, പക്ഷെ എന്നാലും ഞാൻ എൻ്റെ ഒരു അറിവെന്ന് പറയാണ്, നിങ്ങൾക്ക് ഈ പെർട്ടിക്കുലർ മൈഗ്രേഷൻ സ്ക്രിപ്റ്റിന്റെ വേർഷൻ നിങ്ങളെ ഡി ബിയിൽ എവിടെയെങ്കിലും സേവ് ആയി നിൽക്കുന്നുണ്ടാവും. ആ ആ ഒരു ആ പെർട്ടിക്കുലർ എൻട്രി കളഞ്ഞാൽ ഈ നിങ്ങളെ പ്രൊജക്റ്റിന്റെ അകത്തുള്ള ഇതുവരെ ജനറേറ്റ് ആയിട്ടുള്ള എല്ലാ മൈഗ്രേഷൻ സ്ക്രിപ്റ്റും കളഞ്ഞിട്ട് രണ്ടാമതൊരു സാധനം മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണോ ടേബിളിൽ മിസ് ഉള്ളത് അതിന്റെ ഒരു മൈഗ്രേഷൻ സ്ക്രിപ്റ്റ് ജനറേറ്റ് ആയിട്ട് അത് നിങ്ങൾക്ക് പോപ്പുലേറ്റ് ചെയ്തൂടെ? അങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റൂലേ? അങ്ങനെ അങ്ങനെ ചെയ്തിരുന്നു. അതായത് ഓൾറെഡി ഇപ്പോൾ ഒരു പുതിയ ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലൊരു മൈഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ആ മൈഗ്രേറ്റ് ചെയ്ത ആ ഫയൽ മാത്രം ഡിലീറ്റ് ചെയ്തിട്ട് ഒന്നും കൂടിയും ചെയ്യും, ഒന്നും കൂടി മൈഗ്രേഷൻ ചെയ്യും. അപ്പോൾ ശരിയാവാറുണ്ട്. പക്ഷെ ചില കേസസിൽ മൊത്തം മൈഗ്രേഷൻ ഫയൽസ് ഡിലീറ്റ് ചെയ്യേണ്ട ചാൻസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യല്, ഫുൾ അപ്പ് ആൻഡ് ഡൗൺ ചെയ്തിട്ട് പുതിയ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ. അത് നമ്മളൊരു എക്സ്ട്രാ ഇപ്പോൾ നമ്മൾ തന്നെ വർക്കൗട്ട് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് ആകുമ്പോൾ പ്രശ്നമില്ല, പക്ഷെ കമ്പനി പ്രോജക്റ്റ് ഒക്കെ ആകുമ്പോൾ അങ്ങനെ നടക്കൂലല്ലോ. ഈ പറഞ്ഞ ഡൗൺഗ്രേഡ് ചെയ്യാനുള്ള നമ്മള് സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് കളയാതെ തന്നെ ലാസ്റ്റ് സാധനം നമുക്ക് ഡൗൺഗ്രേഡ് ചെയ്തിട്ട് അവസാനത്തെ ആ സ്ക്രിപ്റ്റ് കളഞ്ഞാലും നടക്കുമോ? അത് ഓരോ യൂസ് കേസിനനുസരിച്ചാട്ടോ. അപ്പൊ നമ്മള് എയർ നിർത്തി നമുക്ക് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളൊരു സിനാരിയോ നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ നമുക്കത് കറക്റ്റ് നമുക്ക് ചെക്ക്ഔട്ട് ചെയ്താൽ മനസ്സിലാവുള്ളൂ. ഞാൻ ഓക്കെ ചോദിക്കാൻ ഓക്കെ ഈ അവസാനത്തെ നമുക്ക് അപ്ഗ്രേഡിന്റെ കൂട്ടത്തിൽ തന്നെ അതിനൊരു ഡൗൺ ഗ്രേഡും ഉണ്ടാവും. ഈ സ്ക്രിപ്റ്റിന്റെ കൂട്ടത്തിൽ തന്നെ അതിനൊരു ആ ഡൗൺ ഗ്രേഡും കൂടി ഉണ്ട്. അപ്പൊ ലാസ്റ്റ് ഓക്കെ. ചെയ്ത മൈഗ്രേഷൻ സ്ക്രിപ്റ്റിൽ ഡൗൺ ഗ്രേഡ് ചെയ്തിട്ട് ആ സ്ക്രിപ്റ്റ് കളഞ്ഞിട്ട് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ചെയ്ത് നോക്കിണ്ടായിരുന്നോ? അങ്ങനെ ചെയ്ത് നോക്കി, അപ്പോൾ ശരിയായിരുന്നു. ഓക്കെ ഓക്കെ. ഓക്കെ. ഈ മൈഗ്രേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ കുറച്ച് ചൊറയാണ്. അത് കുറച്ച് ചോറ. ഓക്കെ ഓക്കെ. പിന്നെ അതേമാതിരി ഈ മൾട്ടി ടെനന്റ് നമ്മളൊരു സ്കൂളിന്റെ പ്രൊജക്ട് ചെയ്തിരുന്നു. ആ ഓക്കെ സ്കൂളിന്റെ പ്രൊജക്ട് ഇനിയിപ്പോ ഈ മൾട്ടി ടെനന്റ് ആക്കാന്നുള്ളൊരു ഓപ്ഷൻ വന്നു, വേറെ ഒന്ന് രണ്ട് സ്കൂളും കൂടി അപ്രോച്ച് ചെയ്യാന്നുള്ളൊരു കേസായപ്പോ. ഓക്കെ. അപ്പൊ ഇവർക്ക് സെപ്പറേറ്റ് ഡാറ്റാബേസ് കൊടുക്കുമ്പോ നമ്മള് അത് മാനേജ് ചെയ്യാൻ നല്ല പ്രശ്നം ഉണ്ടാവും. ഞാൻ കാരണം മൾട്ടി ടെനന്റിൽ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. ഇല്ല, വലിയ വിഷയങ്ങളൊന്നുമില്ല. ഡി ബി റൗട്ടിംഗ് ആണ് ബേസിക്കലി അതിൽ. അതിപ്പം നമ്മൾ അത് ഓരോ കമ്പനി നമുക്ക് പല രീതിയിൽ ചെയ്യട്ടോ.
ഈ റൗട്ടിങ് നമുക്ക് പല രീതിയിൽ ചെയ്യാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമുക്ക് വേണമെങ്കിൽ URL തന്നെ സ്പെസിഫൈ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ലോക്കലോസ് ഡോട്ട് നമ്മൾ കൊടുക്കുന്ന URL തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏത് DB ആണ് യൂസ് ചെയ്യണം എന്നുള്ളത് സ്പെസിഫിക്കലി നമുക്ക് ചെയ്യാൻ പറ്റും. വേറൊരു അപ്രോച്ച് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു മാസ്റ്റർ ഡാറ്റാബേസ് ഉണ്ടായിരിക്കും, അതിന് കുറേ സ്ലേവ്സ് ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ നിങ്ങളുടെ കേസിൽ നിങ്ങളൊരു സ്കൂളിൻ്റെ പ്രോജക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ സ്കൂളിൻ്റെ പ്രോജക്റ്റിൽ എല്ലാ ക്ലയൻറ്റിനും കോമൺ ആയിട്ടുള്ള ഒരു സംഭവമാണ് യൂസർ സെക്ഷൻ. അപ്പം ഈ യൂസറിൻ്റെ സെക്ഷൻ കംപ്ലീറ്റ് എന്ത് ചെയ്യും, യൂസറിൻ്റെ സെക്ഷനും മാസ്റ്റർ സെക്ഷൻ, അതായത് സൂപ്പർ അഡ്മിൻ സെക്ഷൻ, നിങ്ങൾ ഇവർക്കൊക്കെ ക്ലയൻറ്റിനെ അല്ലെങ്കിൽ ഓരോ ക്ലയൻറ്റ് നിങ്ങൾ അപ്രോച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓരോ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണമല്ലോ, അതിന് വേണ്ടിയുള്ള മോട്ടീവ്സും എല്ലാ സ്ലേവ്സിലുള്ള യൂസറിനെ ഹാൻഡിൽ ചെയ്യാനും നമ്മൾ എവിടെ കീപ്പ് ചെയ്യുന്നത്, മാസ്റ്ററിൽ കീപ്പ് ചെയ്യും. ഫോർ എക്സാമ്പിൾ മാസ്റ്ററിൽ നമുക്ക് ഇതിൻ്റെ യൂസറിൻ്റെ ടാബിൽ കീപ്പ് ചെയ്യാം. ഈ യൂസറിൻ്റെ ടാബിലായിരിക്കും കംപ്ലീറ്റ് അതിൻ്റെ ലോഗിൻ ക്രെഡൻഷ്യൽ ടോക്കണ്, അതിൻ്റെ പാസ്വേഡ്സ്, ഇമെയിൽസ്, ഒരു വാട്ടവർ എല്ലാ സാധനങ്ങളും അതിൽ കീപ്പ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അത് സ്പെസിഫിക്കലി ഏത് ടെനൻ്റ് ആണെന്നുള്ളത് അവിടെ തന്നെ സ്പെസിഫൈ ചെയ്യും. അപ്പം നമ്മൾ ലോഗിൻക്ക് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ മാസ്റ്ററിൽക്കാണ് ഹിറ്റ് ചെയ്യുക, മാസ്റ്റർ ടാബിൾക്കായിരിക്കും ലോഗിൻ്റെ API ഹിറ്റ് ചെയ്യുക. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, സ്പെസിഫിക്കലി ആ ഒരു യൂസറിനെയും പാസ്വേഡും വെച്ചിട്ട് ക്രോസ് വെരിഫൈ ചെയ്ത് ആ യൂസറിൻ്റെ ഒബ്ജക്റ്റ് നമുക്ക് കിട്ടും. ആ ഒബ്ജക്റ്റിൽ ഉണ്ടായിരിക്കും ആ പെർട്ടിക്കുലർ യൂസർ ഏത് ടെനൻറ്റിലാണെന്നുള്ളതും കൂടി നമുക്ക് ആ മാസ്റ്റർ ടാബിളിൽ ഉണ്ടല്ലോ. പിന്നെ അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ടെനൻറ്റിനെയും, അതായത് DB, ആ ഒരു പെർട്ടിക്കുലർ ഫീൽഡ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, DB റൗട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ, ബാക്കിയുള്ള എല്ലാ API റിക്വസ്റ്റും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ DBക്ക് റൗട്ട് ചെയ്യാം. ആ രീതിയിൽ ചെയ്യാം. ഒരുപാട് നമ്പർ ഓഫ് മെത്തേഡ്സ് ഉണ്ട് നമുക്ക് DB റൗട്ട് ചെയ്യാണ്. ഞാൻ പറഞ്ഞപ്പോൾ ഒരു മെത്തേഡാണ്. നമുക്ക് ഇതേപോലെ എന്താണ് നമ്മളെ യൂസ് കേസ്, അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഈ മൾട്ടി ടെനന്റ് പഠിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ ജാങ്കോലാണെന്നുണ്ടെങ്കിൽ പഠിക്കാൻ ഇപ്പൊ എന്തെങ്കിലും ഒരു റോഡ് മാപ്പ് പറയോ? റോഡ് മാപ്പ് ഇല്ല. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ സെഷൻ കഴിഞ്ഞതിന് ശേഷം ജാങ്കോയിൽ മൾട്ടി ടെനൻസിന്റെ വീഡിയോസ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ വളരെ ചുരുക്കം, മര്യാദയ്ക്ക് ഇല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും കുറച്ച് ഇംഗ്ലീഷ് ചാനൽസും കാര്യങ്ങളും ഉണ്ട്, മലയാളത്തിൽ ഞാൻ വല്ലാണ്ട് കണ്ടിട്ടില്ല. ഞാൻ വേണമെങ്കിൽ 1-2 റെഫറൽ വീഡിയോസ് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിടാം, ഞാൻ എങ്ങനെ പഠിച്ചെന്നുള്ളതിന് ബേസിക്കലി. പിന്നെ ജാങ്കോ ഞാൻ പറഞ്ഞില്ല, കൂടുതലും പോസ്റ്റ്ഗ്രസ് ആണ് ജാങ്കോ റെഫർ ചെയ്യുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നു 2 ലൈബ്രറീസ് എങ്ങാനും ഉണ്ട്. ജാങ്കോ മൾട്ടി ടെനന്റ് പറഞ്ഞിട്ടൊരു ലൈബ്രറി ഞാൻ കണ്ടിട്ടുണ്ട്, വേറൊരു പേരിലും ഉണ്ട്. അതിൽ ഈ MySQL ആണ് നമ്മൾ മൾട്ടി ടെനന്റിന് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് മാനുവൽ സാധനങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യണം. ഈ DB മറ്റേ പോസ്റ്റ്ഗ്രസ് ആണെന്നുണ്ടെങ്കിൽ സ്കീമ ഉള്ളതിനെ കൊണ്ട് ഇവർ ഒരുപാട് സപ്പോർട്ട് ഡയറക്റ്റ് ജാങ്കോ കൊടുക്കുന്നുണ്ട്. MySQL ആണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാനുവലി ഈ DB റൗട്ടിങ്ങും ഇതേമാതിരി കുറച്ച് സംഭവങ്ങൾ നമ്മൾ മാനുവൽ കോഡ് ചെയ്തണം. ഫ്ലാസ്കിൽ എക്സ്പീരിയൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഫ്ലാസ്കിൽ എക്സ്പീരിയൻസ് ഉണ്ടാവും? ഫ്ലാസ്കിൽ ഇല്ല, ഫ്ലാസ്കിൽ ഞാനൊരു എന്റെ ഗ്രാജുവേഷന്റെ ഒരു എൻഡിലൊരു പ്രൊജക്ട് ചെയ്തിരുന്നു. ഓക്കെ സീനൊന്നുമില്ല. ഞാൻ ഓൾറെഡി ഇന്ത്യയിൽ ഒരു പ്രൊജക്റ്റ് ഉണ്ട്, അതിൽ മൾട്ടി ടെനൻസി ഞാൻ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് ജാങ്കോയിൽ വിത്ത് MySQL. നിങ്ങളെ പ്ലാന് ഈ പറഞ്ഞ രീതിയിൽ പോസ്റ്റ്ഗ്രസ് ആണെങ്കിൽ ഈസി, റെഡി ടു യൂസ് ആണ്. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനല്ല, ജാങ്കോ മൾട്ടി ടെനൻസി മാത്രം യൂസ് ചെയ്താൽ മതി. കാരണം ജാങ്കോ മൾട്ടി ടെനൻസിയിൽ നിന്ന് നിങ്ങൾക്ക് 2 സാധനം ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും മോഡൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്, ഒന്ന് ടെനന്റും ഒന്ന് ഡൊമൈനും. അപ്പോൾ ബേസിക്കലി ഡൊമൈനിൽ ഒരു എൻട്രി ഇടുക, ടെനന്റിൽ ഒരു എൻട്രി ഇടുക, ഡൺ. ബാക്കി ഫുള്ള് ജാങ്കോ ഓട്ടോമാറ്റിക്കലി ഡീൽ ചെയ്യും. കാരണം നിങ്ങൾ ടെനന്റ് എന്ന് പറഞ്ഞ ടാബിളിൽ ഈ ജാങ്കോ ടെനൻസിൽ നിന്ന് നിങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു ക്ലാസ് ആണ്. അത് യൂസ് ചെയ്തിട്ട് നിങ്ങളൊരു മോഡൽ ക്രിയേറ്റ് ചെയ്ത് ആ ഒരു പെർട്ടിക്കുലർ ടാബിളിൽ ഒരു എൻട്രി ഇടുകയാണ്. ആ എൻട്രി ഇടുന്നതോടുകൂടി ഓട്ടോമാറ്റിക്കലി ജാങ്കോ എന്ത് ചെയ്യുന്നവരും അതൊരു ടേബിളാക്കി ഒരു പെർട്ടിക്കുലർ ടെനൻ്റ് ആക്കി കൺസിഡർ ചെയ്ത് ആ അതേ സെയിം പേരിൽ ഓട്ടോമാറ്റിക്കലി ഒരു സ്കീമ ക്രിയേറ്റ് ചെയ്ത് മൈഗ്രേഷനും അതിൻ്റെ അപ്ഗ്രേഡും കംപ്ലീറ്റ് സാധനം ഫുൾ ഒറ്റ സ്ട്രെച്ചിൽ അത് കംപ്ലീറ്റ് ചെയ്യും. നേരെ മറിച്ച് MySQL ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഷെൽ കമാൻഡും കമാൻഡ്സ് നമ്മൾ ബേസ് കമാൻഡ്സ് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഓട്ടോമാറ്റിക്കലി നമ്മളൊരു മൈഗ്രേഷൻ ചെയ്യുമ്പോൾ നമ്മളെ എത്ര ടെനൻറ്റ്, നമ്മളെത്ര സ്ലേവ്സ് പറഞ്ഞാൽ ക്ലയൻസിന് എത്ര ഡാറ്റാബേസിന് അതിനെ നമ്മൾ മാനുവലി നമ്മളൊരു സ്ക്രിപ്റ്റ് ചെയ്തുകൊണ്ട് ഈ മൈഗ്രേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ മാനുവലി ഡീൽ ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു ചോറുണ്ട്. ബാക്കിയുള്ളതൊക്കെ റെഡി ടു യൂസ് ആണ്, ഈസിയാണ്, വലിയ വിഷയങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ MySQLന്റെ ഇപ്പോൾ നമുക്കിപ്പോൾ പോസ്റ്റ്ഗ്രസ് യൂസ് ചെയ്യുമ്പോൾ സിമ്പിളാണ്. ഇപ്പോൾ ഈ MySQLന്റെ യൂസ് കേസ് എന്താ പറയുക, MySQL യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പല റീജിയനിൽ സെറ്റ് ചെയ്യാനും ഇൻഡിപെൻഡൻ്റ് ആക്കുക എന്നുള്ളൊരു കേസാണോ?
അതെ അതെ, ഇൻഡിപെൻഡ് നമുക്ക് സ്കെയിലബിലിറ്റി നമുക്ക് കുറച്ചും കൂടി ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം ബെറ്റർ മൈസ്കിലാണ്. പക്ഷെ പോസ്റ്റ്ഗ്രസിന് വേറെ കുറെ രീതിയിൽ ഈ മൾട്ടി ടെന്റ് നല്ല കേട്ടോ. ഈ ചില കമ്പനീസ് പ്രിഫർ ചെയ്യല് മൈസ്കിൽ. എനിക്ക് തോന്നുന്നു അതിൽ ഈ ജെയ്സൺ ഡാറ്റ കീപ്പ് ചെയ്യാനും പിന്നെ പല കാര്യങ്ങളും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ് പോസ്റ്റ്ഗ്രസ്. പിന്നെ നമുക്ക് ഓരോ പിന്നെ കമ്പനിയിലെ മൈസ്കിലാണ് യൂസ് ചെയ്യണത്. അപ്പം ഞാൻ കുറച്ചും കൂടി കംഫർട്ട് മൈസ്കിലാണ്. നമ്മൾ സ്ഥിരമായിട്ട് പോസ്റ്റ്ഗ്രസ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പം പോസ്റ്റ്ഗ്രസ് ആയിരിക്കും കുറച്ചുകൂടി കംഫർട്ട്. അതൊക്കെ ഓരോരുത്തരെ പേഴ്സണൽ ഒപ്പീനിയനനുസരിച്ചും യൂസ് കേസിനനുസരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അപ്പൊ ഈ മൾട്ടി ടെന്റ് യൂസ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ഈ AWS അല്ല നമ്മൾ ഹോസ്റ്റ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമിൽ ചാർജസ് കൂടോ അങ്ങനെ പല ഡാറ്റാബേസ് ആകുമ്പോൾ? ചാർജസിനെ കുറിച്ച് ഞാൻ അത്ര വലിയ ബോധേഡല്ല. നമുക്കിവിടെ ഓൾറെഡി ഡെഡിക്കേറ്റഡ് സെർവർ ആണ്. അപ്പൊ അതിൻ്റെ അകത്ത് ഓൾറെഡി ഒരു 1632 GB റാമും അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല പവർഫുൾ സെർവറാണ്. അത് ഇത് MySQL ആണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബേസിക്കലി ചാർജസിനെ കുറിച്ച് ബോധേഡാവേണ്ട ആവശ്യം ഉണ്ടാവും ഇല്ലല്ലോ. നമുക്ക് ഓൾറെഡി ആ അതിൽ സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് നമ്മൾ PHP അഡ്മിൻ യൂസ് ചെയ്തിട്ട് എത്ര ഡാറ്റാബേസ് വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാലോ. അതിൽ ചാർജസ് എനിക്ക് തോന്നുന്നില്ല ഒരു വിഷയമാവും. ഓൾറെഡി എത്രയാണോ നമ്മളെ AWSന്റെ ചാർജ് ഉള്ളത് അത് തന്നെ വരുള്ളൂ. ഓക്കെ ഓക്കെ, താങ്ക് യു സർ. സാറൊന്ന് വിളിക്കല്ലോ ഒന്നു മോനെ. ഇല്ല ഇല്ല. ഓക്കെ, പറഞ്ഞോളൂ. അജിം ബ്രോ പറഞ്ഞോ. ഹലോ, പറഞ്ഞോളൂ. അറിയാമോ റീസെന്റ് ഏതെങ്കിലും ആപ്പ് പ്ലേ സ്റ്റോറിൽ ലൈവ് ആക്കിയിട്ടുണ്ടോ? ഞാനോ? അത് ഇല്ല, ഞങ്ങൾ കമ്പനീൻ്റെ വർക്ക് എന്നല്ലാതെ ഞാനിപ്പോൾ അങ്ങനെ ഡിപ്ലോയ്മെൻറ്റ് സമയം കിട്ടാറില്ല. ഓക്കെ. എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആപ്പ് ഞാൻ ഓൾറെഡി പ്ലേ സ്റ്റോറിൽ ഇട്ടിരുന്നു. അതെ. അപ്പോൾ ആ ടൈമിൽ വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ അക്കൗണ്ട് മാറ്റിയിട്ട് സെയിം അക്കൗണ്ടിൽ തന്നെ പാക്കേജിനെയും മാറ്റിയിട്ട് ഒരു പുതിയൊരു പ്രൊഡക്റ്റായിട്ട് ഞാൻ ഇട്ടു. അതെ അതെ. പക്ഷെ ഇപ്പോൾ ഫസ്റ്റ് ടൈം അത് റിജക്ഷൻ വന്നു ഡാറ്റ സേഫ്റ്റിൻ്റെ. അപ്പോൾ രണ്ടാമത് ഞാൻ ഇട്ട ടൈമിൽ അത് വീണ്ടും വന്നു ഡാറ്റ സേഫ്റ്റിൻ്റെ. അപ്പോൾ ആ ഒരു ഇഷ്യൂ ഇപ്പോൾ കോമൺലി വരുന്നുണ്ട്. അന്ന് ചിലപ്പോൾ അവർ പോളിസി മാറിയിട്ടുണ്ടാവും. പോളിസി പുതിയതായിട്ട് മാറിയിട്ടുണ്ട്. സോ അതാ റീസെൻ്റ്ലി ആരെങ്കിലും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ഫിക്സ് ചെയ്തു എന്നുള്ള അറിയാൻ വേണ്ടിയിട്ടാണ്. ആക്ച്വലി യൂസറിൻ്റെ ഡാറ്റ ഒന്നും കളക്ട് ചെയ്യുന്നില്ല, ജസ്റ്റ് ലോക്കൽ DBയിലോട്ട് എടുത്തു വെക്കുന്നേ ഉള്ളൂ. പിന്നെ ആകെ തേർഡ് പാർട്ടി ആയിട്ട് വൺസ്റ്റിക്കിന് മാത്രമേ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളൂ. അതെ അതെ. അപ്പോൾ IDs ഒന്നും ഇത് കളക്ട് ചെയ്യുന്നില്ല. പിന്നെ ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട് അത് പേഴ്സണലി. മെയിൽ വന്നിട്ടുണ്ടാവില്ല. എന്താണ് അവർ മെയിലിൽ പറയണത്? മെയിലിൽ ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്തോട്ടെ. ഓക്കെ ഓക്കെ, ശരി. നിലവിൽ പരിപാടി നമ്മൾ മെയിൽ എനിക്ക് അയച്ചു തന്നാൽ മതി. ദാറ്റ്സ് പ്രൈവസി മെയിലല്ല. നിങ്ങളുടെ അക്കൗണ്ടിന് സേഫ് അല്ല. നമ്മുടെ ഈ ഗ്രൂപ്പിൻ്റെ ചാറ്റിംഗ് ഒക്കെ നമ്മൾ പബ്ലിക്കിൽ ഇടുന്നതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഷെയർ ചെയ്ത് തന്നാൽ മതി. അത് നമുക്ക് പേഴ്സണലി ഒന്നിരിക്കാം. ഇതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് നമുക്ക് അടുത്ത മീറ്റിംഗിൽ ഇവരോട് പറഞ്ഞു കൊടുക്കാം. ഓക്കെ 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 കാരണം പേഴ്സണൽ ഡാറ്റ ഷെയർ ചെയ്യാതിരിക്കാൻ നല്ലത്. ഓക്കെ, ഞാനെന്നാ വാട്സപ്പിൽ ഷെയർ ചെയ്തോട്ടെ. ഓക്കെ ഓക്കെ, ശരി. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല ഞാനത് ഡൗട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വേറെ എന്തെങ്കിലും മാർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ സജഷനോ എന്തെങ്കിലും അവർ ഫേസ് ചെയ്ത് ചലഞ്ചസ് സോൾവ് ചെയ്തതോ എന്തെങ്കിലുമൊക്കെ ആയിട്ടൊന്ന് പറയുകയാണെങ്കിൽ ബെറ്റർ. ടൈം എന്തായാലും കളയാൻ കഴിയില്ല. പെട്ടെന്ന് നമുക്ക് വൈൻഡപ്പ് ചെയ്യണം. ബ്രോ ഞാൻ അയച്ചിട്ടുണ്ട് ചാറ്റിൽ അതെ അതെ, വാട്സപ്പ്. കിട്ടി. ഞാനത് ചെക്ക് ചെയ്യട്ടെ. ഓക്കെ. വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഇതിൽ അമ്മൂക്ക് ഉണ്ടായിരുന്നല്ലോ. അമ്മൂക്ക് ബ്രോ അതിനുണ്ട് വാക്കൊക്കെ അജി പറ. കുഴപ്പമില്ല, സുഖമായി പോണു. എവിടെയാണോ? ബാംഗ്ലൂരാണോ? അതെ. ഈ നാട്ടിലേക്ക് എന്താ വരുന്നത്? നാട്ടിലേക്ക് ജനുവരിയിൽ വരും. ജനുവരിയിൽ വന്നാൽ മതി. ന്യൂ ഇയർ ഒക്കെ അവിടെ അടിച്ചു പൊളിച്ചിട്ട് സാവധാനം വന്നാൽ മതി. ഇവിടെ വരുന്നതൊന്നുമില്ല. അവിടെ സെറ്റായിക്കോ. ആയിക്കോട്ടെ.
ഞാനാണ്ട് വരണുണ്ട് കേട്ടോ, ന്യൂ ഇയറിന്റെ പ്രോഗ്രാമിന് വരണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഈ ഓ ഉണ്ടാവില്ല? വന്നോളൂ, ഉണ്ടാവും വന്നോളൂ, വന്നിട്ട് വിളിച്ചാൽ മതി. ഓക്കെടാ. പിന്നെ വേറെ ഏടാ നമുക്ക് പിന്നെ ഇനിയിപ്പോൾ ഏത് ഡൊമൈൻ വർക്ക് ചെയ്യണേ? ഇപ്പൊ ഏതാ നോഡ് ജെയ്സ്, റിയാക്ട്, ലാറവല്, ഓ നെക്സ്റ്റ് ശരി, ജെയ്സ്. ലെറവലിൽ വർക്ക് ചെയ്യുന്നല്ലേ? ആ ആ ശരി. എങ്ങനെയുണ്ട് ലെറവലിനോട് തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ലാറവൽ എന്താ ഒരു മടിയന്മാർക്കുള്ള ഒരു സംഭവമാണ്, എല്ലാതും ഉണ്ടായില്. അത് ശരി. നോടോ? നോഡ് എന്താ കുഴപ്പമൊന്നുമില്ലല്ലോ. ഡിപ്പെൻസ് പെർഫോമൻസ് ബേസിൽ ഏതാ? എനിക്ക് നോഡ് ജെയ്സ് ആണ് ഒന്നും കൂടി ഇത് തോന്നിയത്. പെർഫോമൻസ് തോന്നിയല്ലേ? അല്ല, മറ്റേത് ഓരോ ഓരോ ത്രെഡും കാര്യങ്ങളൊക്കെ നോക്കി. ഓഹോ. ആ ത്രെഡ് നോഡിൽ ത്രെഡ് ഇല്ലല്ലോ, സിംഗിൾ ത്രെഡ് അല്ലല്ലോ. ഇല്ല മറ്റേത് പിന്നുള്ളത് ഞങ്ങൾ അസിൻക്രണസ് ആക്കി എടുക്കുന്നതല്ലേ. ഇല്ല ഇല്ല. ഓക്കെ. എന്താണ് മനാഫ് സാറെ അവസ്ഥ? നമുക്ക് മ്യൂട്ടാണ് കേട്ടോ. ഹലോ ഹലോ, എന്താ ചോദിച്ചേ? ഞാൻ വീട്ടിലായിരുന്നു. എന്താ മനാഫ് സാറെ അവസ്ഥ? മനഫൊക്കെ ഉണ്ട് ഇവിടെ. അതെ, ഉം. അന്വേഷണം പറയണം. പറയാം. ഓക്കെ. പിന്നെ വേറെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതിലൊരുത്തൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു +2 അവനെ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യോ? ഞാൻ +2 ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴത്തെ അനന്ത് ബ്രോ ഒന്ന് ഡൗട്ട്. എൻ്റെ ക്വാളിഫിക്കേഷൻ +2 കമ്പ്യൂട്ടർ സയൻസ് ആണ്, 4 വർഷം ഡിഗ്രി ഇല്ല. സോ ഐ ടി ഇൻഡസ്ട്രിയിൽ ജോബ് കോഴ്സ് പഠിച്ചാൽ ജോബ് കിട്ടാൻ ഐ ടി ഇൻഡസ്ട്രിയിൽ നമ്മളിത് ഒരുപാട് പറഞ്ഞതാണ്. ഐ ടിയിൽ ജോബ് കിട്ടാൻ പറ്റിയ ഡിഗ്രീൻ്റെ ഒന്നും ആവശ്യമില്ല, സ്കില്ലാണ് ഇമ്പോർട്ടൻറ്റ്. സ്കില്ലുണ്ടെങ്കിൽ ജോബ് കിട്ടും. അത് പിന്നെ നമ്മുടെ കമ്പനിയിൽ ഇപ്പോഴും കൂടി ഒരു +2 കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെ അതെ എനിക്ക് എത്ര 4 LPA ആണ് ഓഫർ ചെയ്തത്, പക്ഷെ അവൻ റിജക്ട് ചെയ്തു, അത് പോരാത്തതുകൊണ്ട്. അതെ അതെ. ഓഹോ. സ്കില്ലിലാണ് ഇമ്പോർട്ടൻ്റ്, അല്ലാതെ നമ്മുടെ ഡിഗ്രീൻ്റെ സർട്ടിഫിക്കറ്റ്സിലൊന്നുമല്ല. സ്കില്ലാണ് ഇമ്പോർട്ടൻ്റ്. അതിപ്പോൾ ധൈര്യമായിട്ട് വർക്കൗട്ട് ചെയ്യുക, നല്ലൊരു പാക്കേജിൽ കയറാൻ നോക്കുക. ഡിഗ്രി വേണം കേട്ടോ, അതിന് കൂടെ നമ്മൾ സൈഡായിട്ട് പഠിച്ചെടുത്ത് ഡിഗ്രി ചെയ്യും. പക്ഷേ മാനേജ്മെൻറ്റ് പൊസിഷനിലേക്കൊക്കെ പോകണമെങ്കിൽ ഡിഗ്രി ആവശ്യമുണ്ട്. അപ്പോൾ ഇനീഷ്യലി ജോബ് കയറാൻ ഡിഗ്രീൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് സ്കില്ലുണ്ടായിരുന്നു. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓൺലൈൻ ഡിഗ്രി എന്തായി മറ്റേ എന്തോ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. ഓഫ്ലൈൻ മീറ്റപ്പ് അല്ലേ? അല്ല, ഓൺലൈൻ ഡിഗ്രി മറ്റേ ഒരു എന്തോ ചെയ്യുന്നുണ്ടായിരുന്നു ഓൺലൈൻ, മറ്റേ ഒരു ഓൺലൈൻ യൂണിവേഴ്സിറ്റി ആയിട്ട് എന്തോ അന്നെന്തോ ഒരു ഓൺലൈൻ ഡിഗ്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, അത് സാധാരണ ഡിസ്റ്റൻസ് ആയിട്ടുള്ള ഡിഗ്രി തന്നെയാണ് ചെയ്യുന്നത്. ഡിസ്റ്റൻസ് ആയിട്ടാണ്, അല്ലാതെ ഓൺലൈൻ ഡിഗ്രി അല്ല. ഓൺലൈൻ ഡിഗ്രി നോട്ട് വാല്യൂബിൾ. ഞാൻ മനസ്സിലാക്കി കൊടുത്തത് ഓൺലൈൻ ഡിഗ്രിക്ക് വാല്യൂ ഇല്ലെന്ന് തോന്നുന്നു. കാരണം അത് അങ്ങനെയാണെന്ന് പറഞ്ഞത്. ഓക്കെ നാഫി ബ്രോ, വെരി താങ്ക് യു സോ മച്ച്. ഇന്നത്തെ ദിവസം വലിയൊരു ഇൻഫോർമേഷനാണ് നാഫി ബ്രോയുടെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഞാൻ ശരീനോട് അന്വേഷണം പറയണം നാഫി ബ്രോനെ കുറിച്ച്. ഓക്കെ. സെനീനോട് പറഞ്ഞാൽ മതി, സെനീനെ അറിയാം, കുറച്ചായി കണ്ടിട്ട്. അതെ നാഫി ബ്രോ പിന്നെ എവിടെയാ അവിടെ വർക്ക് ചെയ്യണേ? ഞാൻ ഹാർവെക്സ് ടെക്നോളജി ഒരു IT കമ്പനി. എവിടെയാണ്, കേരളത്തിലാണോ? അല്ല, നമ്മളെ കാലിക്കറ്റ് നമ്മളെ മർക്കസ് കോംപ്ലക്സ് അറിയില്ലേ? അറിയോ? എനിക്കറിയില്ല, ഞാൻ അങ്ങോട്ട് വന്നിട്ടില്ല, കാലിക്കറ്റ് വന്നിട്ടില്ല. തന്നെ IT ഹബിലൊന്നല്ല, സെപ്പറേറ്റ് പുറത്ത് വർക്ക് ചെയ്യുന്ന. ആണോ? ഇതെങ്ങനെ സർവീസ് ബേസ്ഡ് ആണോ അതോ സർവീസ് ബേസ്ഡും ഉണ്ട്, പ്രൊഡക്റ്റും ഉണ്ട്, സ്റ്റാർട്ടപ്പ് ആണ്. ഹൈബ്രിഡ് ആണ് ഇപ്പോ? ഹൈബ്രിഡ് ആണ്. വർക്ക് വന്നു കഴിഞ്ഞാൽ വർക്ക് നമുക്ക് ഓൾറെഡി ക്ലയൻസ് ഉണ്ട്. ഞങ്ങളാണ് കംപ്ലീറ്റ് ഇപ്പം പൂനെയിലെ 1-2 കമ്പനീനെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പം അവർക്ക് നല്ല അടിപൊളി ക്ലയൻസ് ഉണ്ട്. നമ്മളെ ഓക്കെ. റൈമണ്ട്, അതേമാതിരി പിന്നെ ലൂപ്പിൻ അറിയോ? അറിയാം. ലൂപ്പിൻ പക്ക ഇന്റർനാഷണൽ. നമ്മളെ ഒരുപാട് ഫാർമാസ്യൂട്ടിക്കൽ കമ്പനീസ് ആണ് നമുക്ക് കൂടുതലുള്ളത്. ഒരുപാട് ഫാർമാസ്യൂട്ടിക്കൽ കമ്പനീസ് ഉണ്ട്. അല്ലെ ലൂപ്പിൻ എന്നൊക്കെ പറയുമ്പോ നിങ്ങൾ എന്താ അതിൽ ചെയ്യാ? ഞമ്മക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ലൂപ്പിന്റെ കംപ്ലീറ്റ് എംപ്ലോയീസിന്റെ പെർഫോമൻസ് ആൻഡ് പൊട്ടൻഷ്യൽ നോക്കുന്ന സാലറി ഇൻക്രിമെന്റ്, അവർക്കുള്ള അസസ്മെന്റ്,
അവർക്കുള്ള 360 കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ അവർക്ക് ഇയർലി ചിലപ്പോൾ 6 മന്ത് കൂടുമ്പോൾ അവർക്ക് അസസ്മെന്റ് ഉണ്ടാവും, കാര്യങ്ങളുണ്ടാവും, അവരെ പെർഫോമൻസ് നോക്കാൻ, അവരെ അതിന്റെ സ്കോറിന്റെ ബേസിസിൽ നമ്മൾക്ക് അവർക്ക് എത്ര ഇൻക്രിമെന്റ് കൊടുക്കാം. പിന്നെ ഒരുപാട് മൊഡ്യൂൾസ് ആ ഒരു പെർട്ടിക്കുലർ സോഫ്റ്റ്വെയറിൽ ഒരു 10-20 മൊഡ്യൂൾസിന്റെ മുകളിലുണ്ട്. സ്റ്റിൽ ഇവോൾവിംഗ് ആണ്. അപ്പം പിന്നെ അതേമാതിരി നമ്മൾ അപ്പോളോ, ഹൈക്കോൺ ഇതൊക്കെ അവരെ ക്ലയൻസ് ആണ്. അത് ബേസിക്കലി മാർക്കറ്റ് ടീമിന്റെ മിടുക്കാട്ടോ, നമ്മളെ മിടുക്കല്ല. അത് കംപ്ലീറ്റ് പൂനെയിലാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ മാർക്കറ്റ് ടീമും കാര്യങ്ങളൊന്നുമില്ല. നമ്മളതിന് അവർക്ക് കംപ്ലീറ്റ് ഡെവലപ്പിംഗ് നമ്മളാണ് ചെയ്തു കൊടുക്കുന്നത്. ഓക്കെ, നിങ്ങളെ പ്രൊഡക്റ്റ് എന്താണ് ഇപ്പൊ? ഞങ്ങളെ പ്രൊഡക്റ്റ് ബേസിക്കലി ഒരു വാട്ടർമാന്റെ സർവീസ് ഉണ്ട്, പിന്നെ ഒരു ഇൻവെസ്റ്റ്മെന്റ് സോഫ്റ്റ്വെയർ ഉണ്ട്, പിന്നെ സ്വന്തമായിട്ട് 1-2 പേയ്മെന്റ് ഗേറ്റ്വേസ് ഉണ്ട്. അങ്ങനെ പേയ്മെന്റ് ഗേറ്റ്വേസിൽ എനിക്ക് വർക്കില്ല, അത് കൂടുതലും കംപ്ലീറ്റ്ലി PHP കോർ PHP ആണ്. അല്ല, സ്വന്തമായിട്ട് പേയ്മെന്റ് ഗേറ്റ്വേ ഉണ്ട്? ഓ ഓ, എന്താണ് പേരെന്താ? ടെക്പേ പേയാറ്റം. അത് ചോദിക്കുന്നതിന് കാര്യം ഉണ്ട് നാഫി ബ്രോ. ഫിൻടെക് കമ്പനിയിൽ വർക്ക് ചെയ്യണം. ഓ ഓക്കെ. എന്തായിരുന്നു ടെക് പേയോ? TECPAY, പിന്നെ ആറ്റം പേ ATOMPAY. ശരി. ബേസിക്കലി 2 സോഫ്റ്റ്വെയർ ആണെങ്കിലും സംഭവം സെയിം ആണ്, പല പേരിൽ ഇറക്കിയാണ്. ശരി. അതിൽ എനിക്ക് വർക്ക് കുറവാണ്. എനിക്ക് അതിന്റെ ഡാഷ്ബോർഡിലും കാര്യങ്ങളിലും വർക്ക് ഉള്ളൂ. അതിന്റെ റിസ്ക് മാനേജ്മെന്റും പിന്നെ അതേമാതിരി അതിന്റെ കംപ്ലീറ്റ് ഒരുപാട് UPIs കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഏതൊക്കെ UPIs ആണ് പെർട്ടിക്കുലർ ടൈമിൽ ഡൗൺ ആവണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാനുള്ള ഒരു പെർട്ടിക്കുലർ ഒരു ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഡാഷ്ബോർഡ്സ് അനലൈസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. അത് ബേസിക്കലി പൈത്തൺ ആംഗുലറിലായതിനെ കൊണ്ട് അത് ഞാനാണ് നോക്കുന്നത്. ബാക്കി അതിന്റെ പക്ക കോർ സംഭവം കംപ്ലീറ്റ് PHP-യിലാണ്. കുറെ മുന്നേ ഉള്ള സോഫ്റ്റ്വെയർ അതിനെ കൊണ്ട്. TECPAY അല്ലേ? TECPAY ഒരു ബ്രസീലിനൊക്കെ ഉണ്ടോ കാണിക്കണേ? അത് ഇവിടുന്ന് അത് ഓപ്പറേറ്റ് ചെയ്യൽ വളരെ കുറവാണ്. അത് കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ആണ്. ശരി, അതാണ്. മാനേജർ ഇവിടെ ഉണ്ടാവാറില്ല. മൂപ്പര് ഇന്തോനേഷ്യ, ദുബായ് പല സ്ഥലങ്ങളിൽ. ഇവിടുന്ന് അതിന്റെ ഓപ്പറേഷൻ ഒരുപാട് എനിക്ക് തോന്നുന്ന ഇഷ്യൂസ് ഉണ്ട്. ഒരു സാധനം നടത്തി എനിക്ക് അതിൽ കൂടുതൽ നോളജ് ഇല്ല. ബട്ട് അത് കൂടുതൽ അതിൽ എമൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്ന എനിക്ക് തോന്നുന്നു അത് കുറച്ച് റിസ്കി ആയിട്ടുള്ള സംഭവം തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഇവിടുന്ന് അത് ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ കുറവാ ആയിരിക്കും. അതെ. ഓക്കെ. UAE ഒന്ന് ബിൽഡപ്പ് ചെയ്യാൻ നോക്കിയിട്ട് അവിടുത്തെ സെക്യൂരിറ്റി റീസൺ കൊണ്ട് അവിടുന്ന് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നത്. അപ്പൊ കുറച്ച് ഇഷ്യൂ ആണ് സാധനം. എനിക്കതിന്റെ അതിന്റെ വർക്കിംഗ് എന്താണ് എങ്ങനെയാന്നുള്ള സംഭവങ്ങൾ എനിക്ക് നോളജ് കുറവാണ്. ബട്ട് സാധനം കുറച്ച് റിസ്ക് ആണെന്നുള്ള അറിയാം. സ്വാഭാവികം, പൈസ വെച്ചിട്ടുള്ള കളിയാണ്. പൈസ വെച്ചിട്ടുള്ള കളിയാന്ന് പറഞ്ഞാൽ ഡെയിലി CR-കളൊക്കെ ഇട നമ്മളിങ്ങനെ കണ്ണിങ്ങനെ തള്ളിക്കും. അതിന്റെയൊക്കെ പോയിന്റ് പെർസെന്റേജ് കമ്മീഷൻ കിട്ടിയാൽ തന്നെ നമ്മളൊക്കെ മറ്റവൻ പറഞ്ഞു ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ. കൊള്ളാം. പിന്നെ അപ്പുക്കുട്ടൻ മേശരിക്കെല്ലാം അറിയാലോ, ഇപ്പൊ ടീം ലീഡ് അല്ലേ നമുക്ക്. അപ്പുക്കുട്ടൻ മേശരി അല്ലേ ഇപ്പൊ അവിടെ ടീം ലീഡായിട്ട് വർക്ക് ചെയ്യുന്നത്? അതെ. അതുണ്ട്. ഇനി വേറെ എന്തെങ്കിലും? നിങ്ങൾ ആരെങ്കിലും ഈ AI ടൂളൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ? AI ടൂൾ എന്ന് പറഞ്ഞാൽ എങ്ങനത്തെ ടൂളാ ഉദ്ദേശിക്കുന്നത്? ഇന്നിപ്പോ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ രീതിയിൽ എന്തായാലും എന്താ പറയാ, നിങ്ങൾക്ക് എന്ത് മോഡലാ വേണ്ടിയത്? അല്ല ഇതിപ്പോ എന്താ പറയാ, ഒരു ഇമേജിൽ നിന്ന് ടെക്സ്റ്റ് എക്സ്ട്രാക്ട് ചെയ്യുക. അതൊക്കെ ഈസി അല്ലേ? അത് ഈസിയാണ്. എക്സ്ട്രാക്ട് ചെയ്തിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യണം. എന്നുവെച്ചാ ഈ ഹിന്ദിയിലുള്ള ടെക്സ്റ്റ് ആണെങ്കിൽ നമ്മൾ ഹിന്ദിയിൽ നിന്ന് സാധനം എടുത്ത് അത് ഇംഗ്ലീഷിലേക്ക് ആക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ ഒരു വിഷയം അല്ല. അതത്ര നമുക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ അത് മനസ്സിലായി. ആ സംഭവം ഉണ്ട്. ഞാനിങ്ങനെ വെച്ചാല് നമ്മൾ സ്വന്തമായിട്ട് ഞാൻ പറയാം. എന്താ വെച്ചാൽ ഇതിപ്പോ പൈത്തന്റെ കുറെ ലൈബ്രറീസ് ഒക്കെ ഉണ്ടല്ലോ. ഞാൻ അങ്ങനെ ഇംഗ്ലീഷിൽ നിന്ന് ചെയ്തു. പക്ഷെ എന്താ വെച്ചാൽ ഈ മൾട്ടിലിംഗിൽ വരുമ്പോഴാണ് ഈ മിസ്റ്റേക്ക് വരിക. അല്ല, ഞാൻ നിങ്ങളങ്ങനെ ചോദിച്ചപ്പോ ഞാൻ വിചാരിച്ചു
എന്തെങ്കിലും ഒരു പ്രൊജക്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടാവും. അപ്പൊ നമുക്ക് എപ്പോഴും നമ്മൾ ഈസി ആണല്ലോ, വെറുതെ നമ്മളിങ്ങനെ റിസ്ക് എടുക്കണേ. എനിക്ക് എനിക്ക് ഏറ്റവും ഒരു മടിയുള്ള ഒരു സംഗതി എന്താ വെച്ച് കഴിഞ്ഞാൽ എൻഡ് ഓഫ് ദ ഡേ വർക്ക് റിപ്പോർട്ട് ഉണ്ടാക്കണം. എനിക്ക് തോന്നുന്നു എല്ലാവരും ആയിട്ട് കമ്പനീസിൽ വർക്ക് ചെയ്യണ മോസ്റ്റ് ഓഫ് ദ ആൾക്കാർക്കും ഉണ്ടാവും. അപ്പൊ ഞാനിപ്പോ ഒരു 2-3 മാസമായിട്ട് ഞാൻ ചെയ്ത പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തായാലും നമുക്കിവിടെ ഒരു 1 hour 2 hour കൂടുമ്പോൾ ഒരു ചെക്ക് പോയിന്റിൽ എത്തുമ്പോൾ ഗിറ്റബിലേക്ക് എന്തായാലും സാധനം പുഷ് ചെയ്യണം. അപ്പൊ അത് പ്രോപ്പർ കമ്മിറ്റ് മെസ്സേജ് കൊടുത്തിട്ട് പുറത്തേക്കും കൊടുത്തിട്ടില്ല. അപ്പൊ നമ്മളൊരു ഗിറ്റബ് നമ്മളെ പർട്ടിക്കുലർ റെപ്പോസിറ്ററിന്റെ ഒരു PAT പേഴ്സണൽ ആക്സസ് ടോക്കൺ ജനറേറ്റ് ചെയ്തിട്ട് ഒരു ചെറിയൊരു പൈത്തൺ സ്ക്രിപ്റ്റ് ഓട്ടോമാറ്റിക്കലി എൻഡ് ഓഫ് ദ ഡേ നമ്മളെല്ലാ കമ്മിറ്റ് മെസ്സേജും ഫെച്ച് ചെയ്തെടുത്ത് അത് ETL പെർഫോമൻസ് അതിന്റെ കംപ്ലീറ്റ് അതിന്റെ എക്സ്ട്രാക്ട് ചെയ്ത് നമുക്ക് വേണ്ട സാധനങ്ങൾ മാത്രം അതിൽ നിന്ന് എടുത്ത് ലാങ് ചെയിൻ നമുക്ക് ഗ്രോക്കർ പറഞ്ഞിട്ട് ഒരു പ്രൊവൈഡർ ഉണ്ട്. നമുക്ക് അറിയോ ലാങ് ചെയിൻ ഗ്രോക്ക് അറിയോ? ഇത് ലാസ്റ്റ് ഏതാ പറഞ്ഞ ഗ്രോക്ക് മോഡൽ അല്ല, പെർട്ടിക്കുലർലി ഒരു സർവീസ് ആണ്. അവർ ഫ്രീ ആയിട്ട് നമുക്ക് ഈ ലാമ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മോഡൽസ് ഒക്കെ ഫ്രീ ആയിട്ട് തരും. അവർ ജസ്റ്റ് കയറി രജിസ്റ്റർ ചെയ്ത് നമ്മൾ അതിന്റെ APK എടുത്താൽ മതി. അപ്പൊ അത് ചാറ്റിലയക്കോ? ഗ്രോക്ക് ജസ്റ്റ് ഒറ്റ മിനിറ്റ്, ഇതിന്റെ മെസ്സേജിന്റെ സർവീസ് കൂടെ കിട്ടി. ഗ്രോക്ക് ലാങ് ചെയിൻ ഗ്രോക്ക്. അപ്പോ ഇത് ബേസിക്കലി JS ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും നോഡിൽ സപ്പോർട്ട് കിട്ടും. പിന്നെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഇപ്പൊ യൂസ് ചെയ്യുന്നത് ലാമയാണ്. അപ്പോൾ ലാമ 3.2 ഇല്ല 3.1 ഉണ്ട് തോന്നുന്നുണ്ട്. അപ്പം ഈ JST കമ്മിറ്റ് മെസ്സേജും കുറച്ച് പ്രോംപ്റ്റ് നമ്മൾ അഡീഷണലി ആഡ് ചെയ്ത് കണ്ട് ഒരു വർക്ക് റിപ്പോർട്ട്. അപ്പോൾ എൻഡ് ഓഫ് ദ ഡേ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്തായാലും പുഷും ചെയ്യും, അതിൽ പ്രോപ്പർ മെസ്സേജും ഉണ്ടാവും. അതിന്റെ ബേസിസിൽ എന്ത് ചെയ്യും, ഒരു വർക്ക് റിപ്പോർട്ട് നമുക്ക് ഡെയിലി ബേസിസിൽ റിപ്പോർട്ട് ആവും. നമുക്ക് റീജനറേറ്റ് ചെയ്യാനുള്ള ചെറിയൊരു ഓപ്ഷനും ഞാൻ കൊടുത്തിന്. അപ്പോൾ നമുക്ക് വേണ്ടത്ര നമുക്ക് റീജനറേറ്റ് ആയിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് ഒരു വർക്ക് റിപ്പോർട്ട് ജനറേറ്റ് ആവണ വരെ നമുക്കത് റീജനറേറ്റ് ചെയ്തിട്ട് അവസാനം നമുക്ക് ഡാറ്റ സബ്മിറ്റ് ചെയ്യാം. മടി കൊണ്ടാണ്, വേറെ ഒന്നും കൊണ്ടല്ല. സംഭവം കൊള്ളാം. അപ്പോ അത് സത്യം പറഞ്ഞാൽ അതൊരു ആപ്ലിക്കേഷൻ ആക്കി ചെയ്യാൻ നല്ലൊരു ആഗ്രഹമുണ്ട്. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ എത്ര ആൾക്കാർ പേഴ്സണൽ ആക്സസ് ടോക്കൺ നമുക്കൊരു പ്രൊഡക്റ്റ് ആക്കി നമ്മൾ ഇറങ്ങുന്ന സമയത്ത് അത് കൊടുക്കോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ. കാരണം ഇതിൽ നിലവിൽ ഞങ്ങളിവിടെ ഞാൻ ഗിറ്റ് ലാബ് യൂസ് ചെയ്യുന്നുണ്ട്, ബിറ്റ് ബക്കറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിലൊന്നും കമ്മിറ്റ് മെസ്സേജ് മാത്രം എടുക്കാനുള്ള ആക്സസ് ടോക്കണിൽ പെർമിഷൻ ഇല്ല. അപ്പം ഏറ്റവും ബേസിക് പെർമിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഡ് ചെയ്യാനുള്ള ഒരു പെർമിഷനാണ്. പക്ഷെ ആ റീഡ് ചെയ്യാനുള്ള പെർമിഷൻ എടുക്കുമ്പോൾ നമ്മളെ കോഡ് എക്സ്പോസ് ആയി പോകാനുള്ള ഒരു ഓപ്പൺ സോഴ്സ് ആക്കി വെച്ചാൽ പോരെ? അല്ല, ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള പ്രൊജക്റ്റിൽ നടക്കും. അല്ല, പ്രൊജക്ട് ആപ്ലിക്കേഷൻ നമുക്ക് വേണമെങ്കിൽ ഓപ്പൺ സോഴ്സ് ആക്കാം. അതെല്ലാം പറഞ്ഞത് നമ്മളൊരു പ്രൊഡക്റ്റ് ആക്കി റിലീസ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള ആൾക്കാർ നമ്മൾ ഇതേമാതിരി ഒരു ഓട്ടോ ജനറേറ്റ് ആയ വർക്ക് റിപ്പോർട്ട് ജനറേറ്റ് ആണ് ഒരു പ്രൊഡക്റ്റ് ആക്കി നമ്മൾ റിലീസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് അവരെ ഗിറ്റബിൾക്ക് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ PAT കൊടുക്കണം. അപ്പൊ അത് കൊടുക്കുമ്പോൾ അതിന് സെക്യൂരിറ്റി റീസൺസ് ഉള്ളതിനെ കൊണ്ട് പിന്നെ അതവിടെ സ്റ്റോപ്പ് ആക്കി വെച്ചു. പക്ഷെ നമ്മളെ പേഴ്സണൽ യൂസിന് പരിപാടി നടക്കും. അപ്പൊ അങ്ങനത്തെ ഒക്കെ ഒരു മടിയാണ് ബേസിക്കലി എല്ലാ കാര്യത്തിലും. കൊള്ളാം, സംഭവം കൊള്ളാം. അപ്പോ ഞാൻ 1-2 മോഡൽസും കാര്യങ്ങളൊക്കെ ഇപ്പോഴട്ടോ, ഞാൻ 2021 ഞാൻ ഡാറ്റാ സയൻസിന്റെ കോഴ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ChatGPT കാര്യങ്ങളൊന്നും റിലീസ് ആയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ലെവലിൽ ജോബ് ക്രാക്ക് ചെയ്യാൻ ഇത്തിരി കഷ്ടപ്പെട്ടു. കിട്ടിയിട്ടില്ല, അത് വേറെ വിഷയം. പക്ഷെ അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പൂനെയിൽ ഒരു കമ്പ്യൂട്ടർ വിഷൻ എഞ്ചിനീയർ ആയിട്ട് എനിക്ക് ജോബ് കിട്ടി. പക്ഷെ അതൊരു പക്കാ സ്റ്റാർട്ടപ്പ് ആയിരുന്നു. അതില് എന്നെ ലീഡ് ചെയ്യാനോ അതില് ആരും ഒന്നുമില്ല. അവരൊരു ചെറിയൊരു പ്രൊജക്റ്റ് തന്നു, ഇത് ചെയ്യാൻ പറ്റുമോ നോക്കാൻ പറഞ്ഞു. അത് ചെയ്തു കൊടുത്തു. അപ്പോൾ അവർ ലൈക്കായിട്ട് ഹയർ ചെയ്ത്. പക്ഷെ പിന്നെ ആ ഒരു പെർട്ടിക്കുലർ മോഡൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, ബിൽഡപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ മാത്തമാറ്റിക്കലി എനിക്ക് അത്ര വലിയ ഫൗണ്ടേഷൻ ഇല്ലാത്തതിനെ കൊണ്ട് തന്നെ എനിക്കതിൻ്റെ ആക്യുറസിയും കാര്യങ്ങളും കൂട്ടാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ ഞാൻ തന്നെ അങ്ങോട്ട് പറഞ്ഞു എനിക്കിത് മുന്നോട്ട് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ തന്നെ അവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്തിട്ടാണ് പിന്നെ ഈ പർട്ടിക്കുലർ ഡെവലപ്പിംഗ് ഫീൽഡിലേക്ക് മാറിയത്. അന്ന് ChatGPT നടക്കുമായിരുന്നു. അന്ന് ChatGPT എന്തെങ്കിലുമൊക്കെ ചെയ്യാനേ. അത് കഴിഞ്ഞൊരു എനിക്ക് തോന്നുന്ന ഒരു 7-8 മാസം കഴിഞ്ഞിട്ടാണ് ChatGPTന്റെ ഫസ്റ്റ് വേർഷൻ തന്നെ റിലീസ് ആവുന്നത്. അതിനുശേഷം AI ഭയങ്കര ബൂമിങ് ആണ്. ഒട്ടേനും പിടിച്ചതിനൊക്കെ പീഡികയില് വരെ ഇപ്പോ AI ഇന്റഗ്രേഷൻ ആണ്. പിന്നെ ഇപ്പെന്ന് വെച്ചാൽ എല്ലാ സോഫ്റ്റ്വെയർ ആൾക്കാർക്ക് ഇതാണ് ഈസി. വെറുതെ നമ്മൾ റിസ്ക് എടുക്കണ്ട. ഓൾറെഡി മോഡൽസ് ഉണ്ട്. നമ്മളതൊരു API യൂസ് ചെയ്യുന്ന മാതിരി അങ്ങോട്ട് ഇൻപുട്ട് കൊടുക്കുന്നു, ഇങ്ങോട്ട് റെസ്പോൺസ് എടുക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. നമുക്കതിന് കുറച്ചുകൂടി ഈസി. നമ്മൾ ഇവിടുത്തെ ഒരുപാട് പ്രൊജക്റ്റിൽ നമ്മൾ AI സജഷൻ എന്ന് പറഞ്ഞാൽ കുത്തി കയറ്റിയാണ്. നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്ത് മാർക്കറ്റിംഗ് ടീമിന് പറയാൻ വലിയൊരു സംഭവമാക്കി പറയാം. പക്ഷെ ബാക്ക് എൻഡിൽ വർക്ക് ചെയ്യണ ഞമ്മക്കറിയാം ഇതിൽ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ഇല്ലാന്നുള്ളത്. ഞാൻ ഇതേപോലെ ഇപ്പൊ ഇന്ത്യയിലായിരുന്നു വാട്സാപ്പിൽ ഒരു AI കമ്പനിക്ക് വേണ്ടിയിട്ട് അവരൊരു ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യും. ആ ഡോക്യുമെന്റിന് എന്ത് ചോദിച്ചാലും വാട്സാപ്പിൽ പറഞ്ഞു കൊടുക്കും. വാട്സാപ്പിൽ ഓക്കെ ഈസി.
അപ്പൊ അതിന്റെ നേരെ ടെക്സ്റ്റ് കൺവേർട്ട് ചെയ്യുന്നു, അതിൽ നിന്ന് സമ്മറൈസേഷൻ എടുത്ത് അതിൽ നിന്ന് ആൻസർ കൊടുക്കുന്ന രീതിയിൽ അല്ലേ? അതെ. മോഡൽ നിങ്ങൾ തന്നെ ജനറേറ്റ് ചെയ്യുന്നതാണോ അതോ ഏതെങ്കിലും? ആരംഭിച്ചിട്ടുണ്ട് മോഡലൊക്കെ. അത് ചാറ്റ് PDF പറഞ്ഞൊരു സർവീസ് ഉണ്ട്. ഓക്കെ, അത് യൂസ് ചെയ്തല്ലേ? അതല്ലാതെ പിന്നെ മോങ്കോഡിയുടെ ഒരു ഇതുണ്ട്, ഒരു ട്യൂട്ടോറിയലൊക്കെ ഉണ്ട്. ഒരു റാഗ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ. അതില് കറക്റ്റ് നമുക്ക് ഇതേ സംഭവം ഉണ്ടാക്കാൻ പറ്റും. അത് ജസ്റ്റ് അങ്ങോട്ട് ഫോളോ ചെയ്ത് പോയാൽ മതി. മോങ്കോഡിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ലിങ്ക്. ഒഫീഷ്യൽ വെബ്സൈറ്റ് അല്ലേ? ഓക്കെ, രസം, സംഭവം രസമാണ്. ഇതില് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ. വോയിസ് പോയല്ലോ. ഹലോ. ആ, ഇടക്ക് വോയിസിന് എന്തോ പറ്റിയോ? ഇപ്പൊ ശരിയായോ? അപ്പൊ ശരി, ഇപ്പൊ ശരി. അല്ല, ബ്രോന്റെ എക്സ്പീരിയൻസ് എത്രയാണ്? എനിക്ക് 2 ഇയർ ആവുന്നേ ഉള്ളൂ. ഞാനും അതെ, ഞാൻ 2.5. 2.5 അല്ലേ? ഞാൻ കറക്റ്റ് പറയുകയാണെങ്കിൽ 2 ഈ ഡിസംബർ കംപ്ലീറ്റ് ആയ 2 ഇയർ എക്സ്പീരിയൻസ് ആവും. ഞാൻ 2021 പാസ് ഔട്ട് ആണ്. പിന്നെ ഞാനും നമുക്ക് തമ്മിലൊരു കണക്ഷൻ ഉണ്ട് കേട്ടോ. ഓ ഞങ്ങൾ രണ്ടും റൂംമേറ്റ് ആയിരുന്നു പഠിക്കുന്ന ടൈമിൽ. ഓ ഓക്കെ ഓക്കെ ഓക്കെ, റൂംമേറ്റ് അല്ലേ? എന്റെ ജീവിതത്തിൽ കണ്ടത് കുറവ് അത് മാത്രമായിട്ട് ഉള്ളൂ തോന്നുന്നു. നമുക്ക് എന്താണ് സുഖല്ലേ ചോദിച്ചാണ്. ഏതായാലും ഓഫ്ലൈൻ മീറ്റിംഗ് വെക്കുമ്പോൾ ഇൻഷാല്ലാ കാണാൻ പറ്റുന്നവരൊക്കെ ഒന്ന് കാണാം. ഞാന് ഗ്രൂപ്പിൽ കയറിയിട്ട് കാലം കുറെ ആയി, പക്ഷെ മീറ്റിങ്ങിനൊന്നും കയറാൻ പറ്റില്ല. ഓരോ തിരക്കും, പിന്നെ കാണലുമില്ല. മീറ്റിംഗ് കഴിഞ്ഞിട്ടൊക്കെ കയറും ഗ്രൂപ്പ് മീറ്റിംഗ് എന്നെ പറ്റി അറിയില്ല. ഓക്കെ, താങ്ക് യു അമോക് ബ്രോ, താങ്ക് യു. പിന്നെ വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യൂട്ടിലൈസ് ചെയ്തോളൂ കേട്ടോ. എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ എപ്പോഴെങ്കിലും കിട്ടുള്ളൂ. അവന് വോയിസ് ഒന്ന് ഡൗൺ ആയിട്ടുണ്ട് കേട്ടോ. ഹലോ. ആണോ അതോ സ്റ്റുഡൻസ് ആണോ? അല്ല, എക്സ്പീരിയൻസ് ഉള്ള ആളുകളുണ്ട്, സ്റ്റുഡൻസും ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, വേറെ എന്തെങ്കിലും ചോദിക്കാണ്ടോ? അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യണം. ടെക്നിക്കലി നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാണ്ടെങ്കിൽ ചെയ്തോളൂ കേട്ടോ. നഫി ബ്രോ, നമുക്ക് കാരണം അത് ഒരുപാട് ആൾക്കാർക്ക് ഇൻഫോർമേഷൻ കിട്ടുന്ന ഒരു കാര്യമാണ്. ഇല്ല, ഇവിടെ എന്റെ ചാർജ് കഴിയാറ്. ഇവിടെ കറണ്ട് ഇല്ല. ബാംഗ്ലൂർ കറണ്ട് ഇല്ലാന്നോ? ഒന്നും പറയണ്ട. ബാംഗ്ലൂർ ഷോക്കാവും. ബാംഗ്ലൂർ മഴ പെയ്ത അപ്പം ബാംഗ്ലൂർ കറണ്ട് പോകും. അങ്ങനൊന്നുമില്ല, പക്ഷെ ബാംഗ്ലൂര് ഇവര് നന്നാക്കാനൊന്നുമില്ല. ഞാൻ 1 ഇയർ ബാംഗ്ലൂർ ഉണ്ടായിരുന്നു, അതുകൊണ്ടാ പറഞ്ഞത്. ഞങ്ങൾ അവിടെ കറണ്ട് പോയി കഴിഞ്ഞാല് ഇവന്മാര് വരൂല്ല. ഞാൻ മടിവാള ഭാഗത്തുണ്ടായിരുന്നു ഒരു 1 ഇയർ. ഞാനും അവിടെയൊക്കെ തന്നെ, കോർമംഗല. കോർമംഗലാണല്ലേ? കോർമംഗൽ ആവുമ്പോ ചീപ്പ് ആൻഡ് വൈബാ. അതെ അതെ. മടിവാള മാരുതി നഗറിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ 1 ഇയർ കഴിഞ്ഞാൽ പിന്നെ വല്ലാണ്ട് സ്കിപ്പ് ചെയ്ത്. അല്ലല്ല, ഞാൻ ഈ ഡാറ്റാ സയൻസിന്റെ കോഴ്സ് ബാംഗ്ലൂരിൽ ചെയ്തിട്ടുണ്ടായിരുന്നെ. ഇതാരോ ഹാൻഡ് പ്രൈസ് ചെയ്തു. ആരോ ഹാവൈസ് അനന്തു. ബ്രോ പറഞ്ഞോ. അനന്തോ കേൾക്കാം, പറഞ്ഞോളൂ. വോയിസ് മ്യൂട്ട് ആയിട്ടുണ്ട്. ഹലോ, കേൾക്കാമോ? ഹലോ. കേൾക്കട്ടെ. ഞാൻ നേരത്തെ മെസ്സേജ് ഇട്ടിരുന്നു, ഈ +2 ക്വാളിഫിക്കേഷൻ ആണ്. അത് ഞാൻ പറഞ്ഞല്ലോ, അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞല്ലോ. അതെന്തായാലും യൂട്യൂബിൽ വരും കേട്ടോ. നമ്മൾ ഇത് ചെയ്യുന്ന ഓരോന്ന് യൂട്യൂബിൽ നമ്മൾ ഇടാറുണ്ട്. ഓക്കെ ബ്രോ, ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയിരുന്നു, അതാണ് എന്നെ കാണാത്ത ആ ടൈമിൽ ചോദിച്ചിരുന്നു. നമ്മളത് യൂട്യൂബിലിടും. ഇത് റെക്കോർഡ് സെക്ഷൻ ആണോ റിയാസ്? ഇത് റെക്കോർഡാണ്. നമ്മളിതൊരു കാഷ്വൽ ടോക്കാണ്. അതായത് ഇപ്പോൾ ഇത് അങ്ങനെ കരുതണ്ട. അതിപ്പോൾ നമ്മൾ കാഷ്വൽ ടോക്ക് നേരെ നമ്മൾ അങ്ങോട്ട് യൂട്യൂബിൽ എഡിറ്റിങ് അങ്ങനത്തെ ഒരു എന്താ പറയുക, ഇതിമൊന്നും ഇൻകം ഉണ്ടാക്കുന്ന പരിപാടി ഒന്നുമല്ലോ. നമ്മളിത് ടെക്നിക്കലി ഡൗട്ടുകൾ ചോദിക്കുക, ക്ലിയർ ചെയ്യുക, അങ്ങോട്ട് ഇങ്ങോട്ട് ഷെയർ ചെയ്യുക, അത്രേ ഉള്ളൂ. അതെ അതെ അതെ, ഓക്കെ. അല്ല, ഞാൻ ജസ്റ്റ് ചോദിച്ചാണ് എന്താ സംഭവം എന്നുള്ളത്. നമ്മൾ ഇത് എന്ത് ചെയ്യും, നമ്മൾ ടെക്നിക്കലി ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന കാര്യം നമ്മൾ
സ്ക്രീൻ റെക്കോർഡഡ് ആയിരിക്കും, നേരെ യൂട്യൂബിൽ ഇടും. ഓക്കെ. ഇനി വേറെ ആരെങ്കിലും വരികയാണെങ്കിൽ അവർക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരുപാട് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ടാവും, അവർക്ക് അതെ ഉപകാരമാവും. അതെ. അത്രേ ഉള്ളൂ ഒരു ഓപ്പൺ സെഷൻ. ഓക്കെ. യാ. ആർക്കെങ്കിലും ഉപകാരം, നമ്മുടെ കരിയർ കൊണ്ട് നമുക്ക് മാത്രം ഉപകാരം ഉണ്ടായ പോരല്ലോ, നമ്മളൊക്കെ അതെ അതെ. പല ആളുകളുടെ മെൻറ്റർഷിപ്പിലാണ് നമ്മൾ ഇതുവരെ എത്തിയിട്ടുള്ളത്. അതേപോലെ നമ്മൾ പിന്നിൽ വരുന്ന കുറേ ആൾക്കാരെ നമ്മൾ സപ്പോർട്ട് ചെയ്തെടുക്കും. തീർച്ചയായിട്ടും ഏറ്റവും തീർച്ചയായിട്ടും. നല്ലൊരു കേരളത്തിലെ ഇപ്പോൾ ഇനീഷ്യലി ഞാൻ തിങ്ക് ചെയ്തെടുത്താലും കേരളത്തിലെ ഏറ്റവും ബിഗ് കമ്മ്യൂണിറ്റി നമ്മുടെ കമ്മ്യൂണിറ്റി ആണെന്ന് തോന്നുന്നു. ഓ അപ്പോൾ തീർച്ചയായിട്ടും. നമുക്കിതൊന്ന് ഓഫ്ലൈനും കൂടി സെറ്റാക്കി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് അത് മാറും. നമുക്കെന്താണ് ഇതിപ്പോൾ ഒരു ടീം ബിൽഡ് ചെയ്യാം, നമ്മളില്ല എന്നുണ്ടെങ്കിൽ വേറെ ഒരു മാനേജ്മെൻറ്റ് പോലത്തെ ടീം നമുക്ക് ഈ കമ്മ്യൂണിറ്റിക്ക് എപ്പോഴും ഉണ്ടെങ്കിൽ എല്ലാ വർഷം ഇലക്ഷൻ നടക്കുന്ന രീതിയിൽ നല്ലൊരു ടീമായിട്ട് പുതിയ പുതിയ കമ്മിറ്റികൾ മാറി വരുന്ന രീതിയിലാണെങ്കിൽ നമ്മളൊരു കാരണമായിന്നേ ഉള്ളൂ. ബാക്കി പിന്നെ അവർ ഇങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുപോകാം, അത്രേ ഉള്ളൂ. കാരണം നാളെ ഒരു ബൂമിങ് വരികയാണെങ്കിൽ അവിടെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. ഇതിൽ തന്നെ പല ആൾക്കാരും ഓൺട്രപ്രണേഴ്സായി മാറും, പല ആൾക്കാരും വലിയ കമ്പനീസിൽ ജോയിൻ ചെയ്യുന്ന ആളുകളായിരിക്കും. ഇതേപോലെ അവരൊക്കെ സപ്പോർട്ട് നമുക്ക് കിട്ടുമല്ലോ. യെസ് യെസ്. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിൻ്റെ ലക്ഷ്യം. ബ്രോ ആൻഡ്രോയിഡ് ഡെവലപ്മെന്റ് ആണോ ഇപ്പം? ഞാൻ ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്യാം. എത്ര ഇയർ ആയി ബ്രോ? കേട്ടില്ല. എക്സ്പീരിയൻസ് എത്ര ഇയർ ആയി ബ്രോയ്ക്ക്? ഞാൻ 3 ഇയർ. ഞാനും അമൂക്കും ഒക്കെ ഏകദേശം ഒരു സെയിമാണ്, 3 ഇയർ ആണ്. ബ്രോ ബിടെക് ആണോ ബ്രോ നോർമൽ ഡിഗ്രി ആണോ ബ്രോ? ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? ഏകദേശം 10 മണി 10:15 മോർണിംഗ് സ്റ്റാർട്ട്. ഓൾമോസ്റ്റ് ആൾക്കാരൊക്കെ ലീവ് ചെയ്ത് തുടങ്ങിയാണ്. ഞാൻ ആകെ 8-9 പേരുള്ളൂ, നമ്മൾ തന്നെ ഉള്ളു. എന്തോ ചോദിക്കുന്നുണ്ട്. ഹലോ. പറയണം. പിന്നെ ഞാൻ ഒരു മൊബൈൽ ആപ്പ് ബിൽഡ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പോൾ ഇതിൽ ഇപ്പോൾ ചൂസ് ചെയ്യാൻ പറ്റിയ, ഞാൻ ജാവ ബാക്ക്ഗ്രൗണ്ട് ആണ്, അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയ ഏതായിരിക്കും? ഏതെല്ലാം എന്താണ് ആപ്പ്? iOS-ലും ആൻഡ്രോയിഡിലും നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ ബോത്ത് വർക്കാണോ? ക്രോസ് ക്രോസ് പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോം ആയിരുന്നു. ആണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും നല്ലത് പേഴ്സണൽ സജഷൻ ഫ്ലട്ടറിൽ ബിൽഡ് ചെയ്യുന്നതാണ് നല്ലത്. ഈ ഫ്ലട്ടർ റിയാക്ട് കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയ ഡെവലപ്മെന്റ് ഒക്കെ ഏകദേശം സെയിം ആയിരിക്കും, പക്ഷെ പെർഫോമൻസ് റിലേറ്റ് ചെയ്യുമ്പോൾ ഫാസ്റ്റർ ഫ്ലട്ടറാണ്. ഓക്കെ. താങ്ക്സ്. ഓക്കെ, വെൽക്കം. വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും? ബ്രോയ്ക്കും ഈ ആൻഡ്രോയിഡ് ഡെവലപ്മെന്റ്, iOS ഡെവലപ്മെന്റ്, ഫ്ലട്ടർ ഈ മൂന്നെണ്ണം കൺസിഡർ ചെയ്യുമ്പോൾ ഈ ടൈമിൽ ഫ്ലട്ടേഴ്സിന് കുറച്ചുകൂടി ജോബ് ഓപ്പണിംഗ് ഏതാണ് ബ്രോ ഇപ്പം നിലവിൽ? ഓപ്പണിങ് നമുക്ക് ലിങ്ക്ഡിൻ ഡിപ്പെൻസ് ഓൺ മാർക്കറ്റ്. അതായത് എന്നും എല്ലാ ജോബിനും മാർക്കറ്റ് ഉണ്ടാവും, പക്ഷെ ഇത് നമ്മൾ കണ്ടെത്തുന്നിടത്താണ് കാര്യം. ചില നമ്മളിപ്പോൾ ലിങ്ക്ഡിനെ പോലത്തെ പ്ലാറ്റ്ഫോമുകളുണ്ട്, വെബ്സൈറ്റുകളുണ്ട്, അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഡീപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. മുമ്പത്തെ വീഡിയോസ് നോക്കിയാൽ മതി യൂട്യൂബിൽ. അത് കാണുമ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഒരു മാനേജ്മെൻറ്റ്. അതിൻ്റെ ക്യാപ്ഷനിലുണ്ടാവും എന്തൊക്കെയാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്ത് പോകണമെന്നുള്ള. ഓക്കെ ബ്രോ, ഞാൻ കാണുമ്പോൾ തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ്. പിന്നെ ആ വീഡിയോ മാത്രം കണ്ടാൽ മതിയായിരുന്നു. പിന്നെ ബ്രോയുടെ യൂട്യൂബ് ചാനൽ തന്നെ ഉണ്ടോ ബ്രോ? കേട്ടില്ല. യൂട്യൂബ് ചാനൽ തന്നെ കാണാം ബ്രോയുടെ? യൂട്യൂബിൽ തന്നെ ഉണ്ടാവും ഒരു ഇതൊക്കെ. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഒരു ട്രാക്ക് കിട്ടും എന്തായാലും. ഓക്കെ ബ്രോ. ഡൗട്ട് ഏതെങ്കിലും കോഴ്സ് ചെയ്യണമെന്നുണ്ട്. തീർച്ചയായിട്ടും അത് ഞാനും ബ്രോനെ പോലെ തന്നെ ഞാനും അമോകൊക്കെ ആണെങ്കിലും ചോദിച്ചാൽ മതി അമോകിനോട്. ഞങ്ങളൊക്കെ ഉറങ്ങാതെ ഇരുന്ന് വർക്ക് ചെയ്ത ടൈമുകളുണ്ടല്ലോ. അമോകെ ഓർമ്മ ഉണ്ടാവും? നമ്മുടെ സ്റ്റാർട്ടിങ് കരിയറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഒരാഴ്ച ശരിക്കും ഉറങ്ങാതെ വർക്കൗട്ട് ചെയ്ത് ഓർമ്മ ഉണ്ടാവും. അങ്ങനെയൊക്കെ വർക്ക് ചെയ്ത് പോയ സമയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. എന്നുവെച്ചാൽ ആ ഒരാഴ്ച കൊണ്ട് മാത്രമൊന്നുമല്ല, പിന്നെ ഞങ്ങൾ 6 മാസം അതേപോലെ തന്നെ 9 to 6. നമ്മൾ 6 to അല്ലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്, 6:30 6-6 6:30 ആയിട്ടില്ല. 5:50 ആ ടൈമിൽ ഇതാക്കി 6:15 ആകുമ്പോഴത്തേനും ഓഫീസിൽ കയറുന്ന ലെവലിലായിരുന്നു. എന്നിട്ട് വൈകിട്ട് 11 മണി വരെ ആയി. പിന്നീട് 10 മണി കോവിഡ് വന്നപ്പോൾ 10 മണി വരെ ആക്കി.
അങ്ങനെ എന്തായാലും 6:30 to 10 o'clock വരെയൊക്കെ വർക്കൗട്ട് ചെയ്ത സമയങ്ങളുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ നമ്മുടെ കരിയറിൽ ബിൽഡ് ചെയ്യുക, നമ്മൾക്ക് എവിടെ നിന്നാണ് ഇൻഫർമേഷൻ കിട്ടുക അത് അഡാപ്റ്റ് ചെയ്യുക, ഇതൊക്കെ തന്നെ ഡൗട്ടുകൾ ചോദിക്കുക. പിന്നെന്താ പറയുക, ടെക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ള മേഖല പോലെയല്ല, ഏകദേശം അറിയോ സപ്പോർട്ട് ചെയ്യും. പക്ഷെ അവർ ഓഫീസ് ടൈമോ അങ്ങനത്തെ ടൈമാണെങ്കിൽ മാത്രമാണ് അവരെന്ത് ചെയ്യുക അത്ര പെട്ടെന്ന് മൈൻഡ് ചെയ്യാതെ പോവുക. എപ്പോഴും നമ്മളെന്ത് ചെയ്യുക ആ ഒരു റെസ്പെക്റ്റ് കീപ്പ് ചെയ്യുക. കാരണം എല്ലാവരും എംപ്ലോയീസ് ആയിട്ടുള്ള ആൾക്കാർക്ക് പൊതുവെ 9 to 6 ഫ്രീ ആയിരിക്കില്ല. അപ്പോൾ ആ സമയത്തല്ലാത്ത സമയത്ത് നിങ്ങൾ മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക, ടെക്സ്റ്റ് അയക്കുക, വോയിസ് ഒരിക്കലും വിടാതിരിക്കാൻ ശ്രമിക്കുക. എക്സ്പേർട്ടായിട്ടുള്ള ആളുകളായിട്ട് ഡൗട്ട് ചോദിക്കുമ്പോൾ, കാരണം അവർക്കത് കേൾക്കാനുള്ള സമയം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ്, വേറെ ഒന്നുമില്ല. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? എല്ലാവരും കൂടി അഭിപ്രായം കേൾക്കുകയാണെങ്കിൽ നമുക്കൊന്ന് ഹാൻഡ് റൈസ് ചെയ്യുകയാണെങ്കിൽ വൈൻഡപ്പ് ചെയ്യാമല്ലോ. ഓക്കെ ബ്രോ, ഓക്കെ. വൈൻഡപ്പ് ചെയ്യാന്നുള്ള അഭിപ്രായമുള്ളൊരു ഹാൻഡ് റൈസ് ചെയ്യണേ. ഓക്കെ, അമീഖ് ബ്രോ ഒന്ന് നമുക്ക് നാഫി ബ്രോ ഒരിക്കൽ കൂടി താങ്ക് യു. അമൂഖ് ബ്രോ താങ്ക് യു, നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഇതിനുള്ളിൽ ഷെയർ ചെയ്തേര്. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു മീറ്റിങ്ങിന് കാണാം. ഓക്കെ, ഷുവർ ഷുവർ ഷുവർ. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഗുഡ് നൈറ്റ്. Yeah, ശരി. sure.